ഓം ശാന്തി. അവ്യക്ത ബാബ്ദാദ 3-4-91 റിവൈസ്ഡ് 12-6-20. സർവ ഹദ്വം സെ നികൽ ബേഹത്ത് കെ വൈരാഗി. എല്ലാ പരിധികളിൽ നിന്നും പുറത്തു വന്ന് എല്ലാ പരിധികളും പരിധി ഇല്ലാത്ത വൈരാഗിയായി. ബാബയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. ആധ്യാത്മികതയിൽ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ് വൈരാഗ്യം. ബാബയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ് പരിധി ഇല്ലായ്മ, ബേഹദ് ബാബ. അപ്പൊ പരിധിയില്ലാത്ത ബാബ എന്ന് നമ്മളോട് പറയാണ്, ഈ പരിധികൾ എല്ലാം കളഞ്ഞിട്ട് നമ്മൾ പരിധി ഇല്ലാത്ത വൈരാഗിയായി മാറും. അപ്പൊ വളരെ അവ്യക്തവാണിയാണ്, ശ്രദ്ധയോടുകൂടി. ആജ് കൽപ് ബാദ് ഫിർ സെ മിലൻ മനാനെ സബി ബച്ചെ അപ്പനെ സാകാരി സ്വീറ്റ് ഹോം മധുബൻ മേം പഹുഞ്ച് ഗേ. ഇന്ന് കൽപ്പത്തിന് ശേഷം വീണ്ടും മിലനം ആഘോഷിക്കുന്നതിന് വേണ്ടി എല്ലാ കുട്ടികളും തന്റെ സാകാരി മധുരമായ വീടായ മധുബനിൽ എത്തിച്ചേർന്നിരിക്കും. ഇഹലോകത്തിലെ ബ്രാഹ്മണരുടെ വീടാണ് മധുബൻ. അത് നമ്മുടെ മധുരമായ വീടാണ്. അവിടെ ഒരു കൽപ്പത്തിന് ശേഷം വീണ്ടും നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാകാരി വദൻ കാ സ്വീറ്റ് ഹോം മധുബൻ കി ഹി. സാകാര വദനത്തിലെ മധുരമായ വീട് മധുബൻ മാത്രമാണ്. ജഹം ബാപ്പ് ഔർ ബച്ചും കാ റുഹാനി മേള ലഗത. അവിടെയാണ് അച്ഛനും മക്കളും തമ്മിലുള്ള ആത്മീയ മേള നടക്കുന്നത്. മിലൻ മേള ഹോത്താ ഹി. മിലന മേള നടക്കുന്നത് ഇവിടെയാണ്. തോ സബി ബച്ചെ മിലൻ മേള മേം ആയേ ഹുയേ ഹോ. അപ്പോൾ എല്ലാ കുട്ടികളും ഈ മിലനത്തിന്റെ ആഘോഷത്തിൽ വന്നിരിക്കുകയാണ്. ഏക് ബാപ്പ് ഔർ ബച്ചും കാ മിലൻ മേള സിർഫ് ഈ സംഗം യുഗ് പർ ഔർ മധുബൻ മേം ഹി ഹോത്താ ഹി. ബാബയും കുട്ടികളും തമ്മിലുള്ള ഈ മിലനം കേവലം സംഗമത്തിൽ, അതും മധുബനിൽ മാത്രമേ നടക്കൂ. ഇസ്ലിയെ സബി ഭാഗക്കർ മധുബൻ മേം പഹുഞ്ച്. അതുകൊണ്ടാണ് എല്ലാവരും ഓടി ഓടി ഈ മധുബനിൽ എത്തിച്ചേർന്നത്. അപ്പൊ ഈ വാണിയില് ബാബ പറയുന്ന 1-2 പോയിന്റുകൾ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു സമയത്തിന് വളരെ ബന്ധമുണ്ട്. मधुबन बाप दादा का साकार युग में भी मिलन कराता और साथ साथ सहज याद द्वारा अव्यक्त मिलन भी कराता है, क्योंकि मधुबन धरनी को रूहानी मिलन की, साकार युग में मिलन की अनुभूति का वरदान मिला हुआ. മധുബൻ ബാബ്ദാദയുടെ സാകാര രൂപത്തിൽ മിലനം ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ സഹജമായ ഓർമ്മയിലൂടെ അവ്യക്ത മിലനവും ചെയ്യിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ മധുബനം ആത്മീയ മിലനത്തിന്റെയും സാകാര രൂപത്തിൽ മിലനത്തിന്റെയും അനുഭൂതി വരദാനമായി ലഭിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് സാകാര ബാബയുടെ ചരിത്ര ഭൂമിയാണ് മധുബന്. അപ്പൊ മധുബനിൽ ചെല്ലുമ്പോൾ നിരന്തരം ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരുന്ന തപസ്, അതും ബാബയും അമ്മയൊക്കെ ചെയ്ത തപസ്സിന്റെ ഭൂമിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്കും അവ്യക്ത മിലനത്തിന്റെ അനുഭൂതി കിട്ടും. അതേപോലെ ബാബ ഒരു ദേഹത്തിൽ വന്ന് ദേഹധാരികളായി നമ്മളെ കാണുന്നതും മധുബനിൽ മാത്രമാണ്. വരദാനി ധരണി ഹോനേക്കെ കാരണം മിലൻ കാ അനുഭവ് സഹജ കർത്തവ്യം. അങ്ങനെ ഒരു വരദാനം ലഭിച്ച ഭൂമി ആയതുകൊണ്ട് സഹജമായിട്ട് എല്ലാവർക്കും അവിടെ വരുമ്പോൾ മിലനത്തിന്റെ അനുഭവം ഉണ്ടാകും. അവർ കൊയ് ബി സ്ഥാൻ പർ ജ്ഞാന സാഗർ അവർ ജ്ഞാന നദിയാം കാ മിലൻ മേള നഹീം ഹോത്ത. വേറെ ഒരു സ്ഥലത്തും ബാബ പറയാണ് ജ്ഞാനസാഗരവും ജ്ഞാന നദികളും തമ്മിലുള്ള മിലനം നടക്കില്ല. സാഗർ അവർ നദിയാം കാ മിലൻ മേള കാ ഏക ഹി സ്ഥാൻ ഹി. സാഗരവും നദികളും തമ്മിൽ കൂടിച്ചേരുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലം മധുബനാണ്. ഐസേ മഹാൻ വരദാനി ധർത്തി പർ ആയേ ഹോ ഐസേ സമചിതേ ഹോ. ഇപ്രകാരമുള്ള ഒരു മഹാൻ വരദാനി ഭൂമിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ എടുത്തു പറഞ്ഞൊരു പോയിന്റ് എന്താണ്? മധുബനിൽ മാത്രമേ ബാബ വരികയുള്ളൂ. ഇത് ബാബയുടെ റെക്കോർഡ് ചെയ്ത വാക്കുകളാണ്, ആരെങ്കിലും കൂട്ടിച്ചേർത്തതോ ഒന്നുമല്ല. അപ്പൊ അത് എടുത്തു പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു മായയാണ് ഈ ബാബ വരുന്നില്ലല്ലോ. അവ്യക്ത ബാബ ഇപ്പോൾ മിലനത്തിന് വരുന്നില്ല. അപ്പോ ആ ഗ്യാപ്പില് ധാരാളം ബാബമാര് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഇവിടെയാണ് ബാബ വരുന്നത്, ഞങ്ങളുടെ സ്ഥലത്ത് ബാബ വരുന്നുണ്ട്, ഇന്ന സ്ത്രീയിൽ ബാബ വരുന്നുണ്ട്, ഇന്ന ബാബയിൽ ബാബ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബാബ ഇല്ലാത്ത ഗ്യാപ്പില് ധാരാളം ബാബമാര് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. വലിയ വലിയ മഹാരഥികൾ വരെ വിട്ടുപോയി. നമ്മള് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു ഡോക്ടർ സാമന്തോ അങ്ങനെ ആരൊക്കെ
പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും കേൾക്കാം. ഈ മുരളിയും കുറച്ച് അത്യാവശ്യം എന്തെങ്കിലും ചെറിയ ക്ലാസ്സൊക്കെ കേൾക്കുന്നു മാത്രം. കൂടുതൽ ക്ലാസ്സുകളുടെ ആവശ്യമുണ്ട്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ പോയ പിന്നെ അതിന്റെ പിറകെ കുറെ പേര് പോകും. അപ്പൊ അവരൊക്കെ ബാബ വേറെ എവിടെയോ ഛത്തീസ്ഗഡിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോകും. അപ്പൊ ഈ മുരളിയിൽ ബാബ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഹലോകത്തിൽ ബാബ ഒരു സ്ഥലത്ത് മാത്രമേ വരൂ. അപ്പൊ അങ്ങനെ ബാബയുടെ ഒരു ശ്രീമത്ത് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് പിന്നെ വേറെ വ്യർത്ഥ ചിന്തയുടെ ആവശ്യമേ ഇല്ല. ഒരു ചിന്തയുടെ പോലും ആവശ്യമില്ല. ശരിയായിരിക്കുമോ, ഇങ്ങനെയുള്ള മഹാരഥികളൊക്കെ പോകുമ്പോൾ അതിൽ കുറച്ച് കഴമ്പില്ലാതിരിക്കുമോ? കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ലൗകികത്തിലും കുറച്ച് ബുദ്ധിശക്തിക്കുള്ള ഒരു ഡോക്ടറാണ്, എനിക്ക് അങ്ങനെ മണ്ടത്തരമൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോ ചിന്താക്കുഴപ്പം വരും. അപ്പൊ ആ ചിന്താക്കുഴപ്പം നമ്മൾ എങ്ങനെ ഇല്ലാണ്ടാക്കണം? ബാബയുടെ സമർത്ഥ വാക്കുകളിൽ കൂടി നമ്മുടെ വ്യർത്ഥ ചിന്ത ഇല്ലാണ്ടാക്കണം. ബാബ മധുബനിലെ വരികയുള്ളൂ. ഇനി എവിടെ വന്നു എന്ന് പറഞ്ഞാലും ഒരു വിശേഷമില്ല, അത് നമ്മുടെ യുക്തിയാണ്. കാര്യത്തിണ്ടെങ്കിൽ ബാബ നമ്മളെ ഈ ഭൂമിയിലെ സാകാരത്തിലായിക്കോട്ടെ, ദാദിയുടെ ദേഹത്തിലായിക്കോട്ടെ, ബാബ വരുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളെ ഇഹലോക ബോധത്തിൽ നിന്നൊന്ന് മാറ്റി അവ്യക്ത വചനവാസിയാക്കണം. അത് മാത്രമേ നമ്മുടെ പഠിപ്പുള്ളൂ, അല്ലെ? നമ്മളിപ്പോൾ വ്യക്തബോധത്തിൽ, ദേഹത്തിന്റെ സാകാര ലോകത്തിന്റെ ബോധത്തിലാണ്. ആ ബോധം മാറ്റിയെടുക്കാന്ന് വെച്ചാൽ പണിയാണ്. അപ്പൊ പഠിത്തത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മൾ അവ്യക്തമാകണം. അപ്പൊ ബാബ മധുബനിൽ വരികയോ ഛത്തീസ്ഗഡിൽ വരികയോ ഇനി ബാബ ആലപ്പുഴയിൽ വരികയോ എവിടെ വേണമെങ്കിലും വന്നോട്ടെ, നമുക്കെന്താ? പഠിത്തമൊന്നല്ലേ ഉള്ളൂ, നമ്മൾ അവ്യക്തമാകണം. അപ്പൊ അതിന് പകരം നമ്മൾ ഈ വ്യക്തദേശത്ത് പല പല ദേഹധാരികളുടെ പിറകെ അവിടെ ബാബ വരുന്നു, ഇവിടെ ബാബ വരുന്നു പോകും പറയുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ സങ്കല്പവും എല്ലാം പാഴായി. എന്ന് മാത്രമല്ല, അതൊരു മഹാപാപകർമ്മം. ഇല്ലാത്ത ബാബയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പാപകർമ്മം. അപ്പോ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് അങ്ങനെയുള്ള എല്ലാ ചിന്താഗതികളുടെയും വാതില് അടയ്ക്കണം. ബാബ മധുബനിലെ വരുള്ളൂ. ബാബ എവിടെ വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ ചെവി കൊടുക്കരുത്. तपस्या वर्ष में विशेष इस कल्प में पहली बार मिलन वाले बच्चों को ഗോൾഡൻ ചാൻസ് മിലാ ഹി. അപ്പൊ നമുക്കറിയാം 91 എന്ന് പറയുമ്പോൾ തപസ്യ വർഷമാണ്. ഈ തപസ്യ വർഷത്തിൽ, ഈ കൽപ്പത്തിൽ ആദ്യമായി വരുന്ന കുട്ടികൾക്ക് ഗോൾഡൻ ചാൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇത്തനെ ലക്കി ഹോ, എത്ര ഭാഗ്യശാലികളാണ്. തപസ്യ കെ ആദ്യമേ ഹി നയേ ബച്ചോं को എക്സ്ട്രാ ബൽ മിലാ ഹി. തപസ്സിന്റെ ആരംഭത്തിലെ പുതിയ കുട്ടികൾക്ക് എക്സ്ട്രാ ബലം ലഭിക്കും. तो आदि में ही यह एक्स्ट्रा बल आगे के लिए आगे बढ़ने में सहयोगी बनेगा. इसलिए नए बच्चों को ड्रामा में भी आगे बढ़ने का सहयोग दिया है. इसलिए यह उल्लंघन नहीं दे सकेंगे कि हम तो पीछे आए. അപ്പൊ ഈ തപസ്യ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ 14 മാസത്തെ ഒരു തപസ്യ വർഷമായിരുന്നു. 14 മാസത്തെ 14 വർഷത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ദാദിമാരെല്ലാവരും കൂടി തീരുമാനം എടുത്തിരുന്നു. ബാബയോട് ആലോചിച്ചിട്ട് തപസ്യ വർഷം 14 മാസത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ബാബ പറഞ്ഞു, ഇതിന്റെ ആരംഭത്തിൽ വന്നിരിക്കുന്ന പുതിയ കുട്ടികൾ ഭാഗ്യശാലികളാണ്. കാരണം എക്സ്ട്രാ ബലത്തിൽ കൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ വളരെ വൈകിപ്പോയല്ലോ എന്ന് ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. നഹിം തപസ്യ വർഷക്കോബി വരദാൻ മിലാഹുവ. യജ്ഞത്തിന്റെ ആരംഭത്തിൽ വന്നവർക്ക് വലിയൊരു ഭാഗ്യമുണ്ട്. ഈ തപസ്യ വർഷത്തിൽ, ഈ ആലപ്പുഴയൊക്കെ തുടങ്ങിയത് 91-ലാണ്. 91-ലാണ് ഇവിടെയൊക്കെ കേരളത്തിലേക്ക് കുറച്ച് വ്യാപിച്ചത്. അതിനു മുമ്പ് 2-3 സ്ഥലത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ബാബ പറയാണ്, ഈ തപസ്യ വർഷത്തിനും അങ്ങനെ ഒരു വരദാനം ലഭിച്ചിട്ടുണ്ട്. തപസ്യ വർഷമേ വരദാനി ഭൂമി പർ ആനെ കാ അധികാർ മിലാ ഹെ, ചാൻസ് മിലാ ഹെ. ഈ തപസ്യ വർഷത്തിൽ ഈ വരദാനി ഭൂമിയിൽ വരാനുള്ള അധികാരം കിട്ടി, അവസരം കിട്ടി. യഹ് എക്സ്ട്രാ ഭാഗ്യ തംനഹി. അപ്പോൾ തപസ്യ വർഷത്തിൽ വരാൻ പറ്റി, മധുബനിൽ വരാൻ പറ്റി, ബാബയുമായിട്ട് മിലനം നടത്താൻ പറ്റി. ബാബ പറയുന്നു, ഇതൊരു നിസ്സാരമായ ഒരു ഭാഗ്യമല്ല. യഹ് വർഷ കാ മധുബൻ ധരണി കാ और अपने पुरुषार्थ का तीनों वरदान विशेष आप नए बच्चों को मिले हुए. അപ്പോൾ ഈ തപസ്യ വർഷത്തിൻ്റെത്, അതുപോലെ മധുബൻ ഭൂമിയുടേത്, അതേപോലെ നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ ഈ 3 വരദാനങ്ങൾ വിശേഷമായും കുട്ടികൾക്ക് ലഭിച്ചിരിക്കുകയാണ്. तो कितने लकी हुए. അപ്പോൾ എത്ര ഭാഗ്യശാലികളാണ്. ഇത്തനെ അവിനാശി ഭാഗ്യക്കാ നശ സാത്യമേ രഹ. അപ്പൊ ഈ അനശ്വരമായ ഭാഗ്യം ഈ തപസ്യ വർഷത്തിൽ മധുബനിൽ ബാബയുടെ അടുത്ത് എത്താൻ പറ്റി, നമ്മുടെ പുരുഷാർത്ഥം ആരംഭിക്കാൻ പറ്റി. ബാബ പറയാണ്, ഈ ഭാഗ്യത്തിന്റെ ലഹരി എപ്പോഴും കൂടെ ഉണ്ടാകണം. സിർഫ് യഹാൻ തക്ക് നശ ന രഹേ ലേക്കിൻ അവിനാശി ബാബ് ഹേ. അവിനാശി ആപ്പ് ശ്രേഷ്ഠ ആത്മായ ഹോ തോ ഭാഗ്യ ഭി അവിനാശി. അതുകൊണ്ട് ഈ മധുബനിൽ വരെ ഈ ഭാഗ്യം നിർത്തിയാൽ പോരാ.
ബാബ അവിനാശിയാണ്, നമ്മളും അവിനാശി ശ്രേഷ്ഠ ആത്മാക്കളാണ്. അതുകൊണ്ട് ബാബ പറയാണ് ഈ ഭാഗ്യം ശാശ്വതമായിട്ട് നമ്മൾ നിലനിർത്തണം. അവിനാശി ഭാഗ്യക്കോ അവിനാശി അവിനാശിയായ ഭാഗ്യത്തെ അവിനാശിയാക്കി നിർത്തണം. സിർഫ് സഹജ അറ്റൻഷൻ ദേനേക്ക് ബാധ്യം. പിന്നെ ഇത് അവിനാശിയാക്കി നിർത്തണമെന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാബ പറയാണ് നാച്ചുറൽ ആയിട്ട് ഒരു ശ്രദ്ധ കൊടുത്താൽ മതി. ടെൻഷൻ വാല അറ്റൻഷനിലായി, ടെൻഷൻ പിടിക്കുന്ന ഒരു അറ്റൻഷൻ ആവശ്യമില്ല. സഹജ അറ്റൻഷൻ ഹോ അവർ മുഷ്കിൽ ഹൈഹിപ്പി. സഹജമായ ഒരു ശ്രദ്ധ, അതായത് രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണം, മുരളി കേൾക്കണം. ഈ മുരളി കേട്ടാൽ മാത്രം, ഇന്നലെ ബാബ എന്താ പറഞ്ഞത്, മുരളി ഒരിക്കലും നിങ്ങൾ ഒരു ഈശ്വരൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി എനിക്ക് സമയമില്ല മുരളി കേൾക്കാൻ എന്ന് പറയരുത്. ഇന്നലെ കേട്ടവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവരൊന്നും ഇന്ന് ഇവിടെ ഇല്ല. അത് അത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ കേൾവി അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഇന്നലെ അത് എടുത്തു പറഞ്ഞ പോയിന്റ് ആണ്. അല്ല, പുരുഷാർത്ഥികൾ ഒരിക്കലും ദൈവം ടീച്ചറായി പഠിപ്പിക്കുമ്പോൾ എനിക്ക് അത് കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണ്, വലിയ പാപമാണ്. അത് മനസ്സിലാവുന്നില്ല പലരും, ബ്രാഹ്മണർക്ക് പലർക്കും മനസ്സിലാവുന്നില്ല. അപ്പോ ഇന്നലെ അത് കേട്ടവര് ശരി എന്ന് പറഞ്ഞവരും അത് കേട്ട് ചിരിച്ചവരൊന്നും ഇന്നിവിടെ ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അത്രയും നമ്മൾ ബാബയുടെ മഹാവാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ഈ മുരളിയൊക്കെ കേട്ട് ഒന്ന് എന്നെയൊക്കെ ഓർമ്മിച്ച് കുറച്ച് സേവയൊക്കെ ചെയ്താൽ മതി, അതിനായിട്ട് ഇത്ര ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മേരാ ബാബ ഞാനില്ല മാനില്ല. ബാബ പറഞ്ഞു എന്റെ ബാബ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ, നമ്മളത് നമ്മുടെ ആത്മാവത് സ്വീകരിച്ചല്ലോ. तो जो जान लिया मान लिया അനുഭവ് കർ ലിയ അധികാർ പ്രാപ്ത് ഹോ ഗയ ഒരു മുഷ്കിൽ. അപ്പോൾ ബാബയെ തിരിച്ചറിഞ്ഞു, ബാബയെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചു, നമുക്ക് അതിന്റെ ഒരു അനുഭവം കിട്ടി, നമുക്ക് അതിന്റെ അധികാരം പ്രാപ്തമായി. ബാബ പറഞ്ഞു ഇനിയിപ്പോ എന്താ ബുദ്ധിമുട്ട്? ലോകത്തിലെ ഏറ്റവും കഠിനമായ വിഷയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക മാർഗമാണ്, കഠിനമായ വിഷയമാണ്. ഈ ആധ്യാത്മിക മാർഗം ഏറ്റവും ലളിതമാക്കി തന്നിരിക്കുകയാണ് ബാബ. ഒരു തന്ത്രവും മന്ത്രവും യന്ത്രവും ഗീതയോ ശ്ലോകങ്ങളോ ജപതപാദികളോ ഒന്നും ആവശ്യമില്ല. കേവലം പരന്ധാമത്തിൽ ബാബയെന്ന് ഓർമ്മിച്ചാൽ. അല്ല, അത് ആദ്യം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് നമ്മൾ മനനം ചെയ്യുമ്പോൾ വളരെ ആഴത്തിലുള്ള ഒരു അറിവാണ്. എന്ന് മാത്രമല്ല, ഏതെല്ലാം വിധത്തിൽ തല കുത്തി മറിഞ്ഞാലും, ഏതെല്ലാം മാർഗത്തിൽ കൂടെ ശ്രമിച്ചാലും എവിടെയാണോ എത്തേണ്ടത് അതാണ് ബാബ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറഞ്ഞത്. അപ്പൊ ബാബ പറയാണ് അത്രയും ലളിതമായ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ ഇത്ര ബുദ്ധിമുട്ട്? സിർഫ് ഏക് ഹി മേരാ ബാബ യഹ് അനുഭവ് ഹോത്ത രഹി യഹി ഫുൾ നോളജ്. ഇവിടെ വേണ്ട എന്താണ്? ഒരേ ഒരു ബാബ. കാരണം കേവലം എന്റെ ബാബ, അതിനൊരു അനുഭവം മതി. അതാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത, അല്ലെ? ബാബ എന്നുള്ളതിൽ ജ്ഞാനത്തിന്റെ ഒരു പൂർണ്ണത ഉണ്ട്. ഏക് ബാബ ശബ്ദമേ സാര ആദി മധ്യന്തിക്കാ ഞാൻ സമായ ഹുവാ ഹെ യോങ്കി ബീജ് ഹേന. ഈ ബാബ എന്നുള്ള ഈ ഒറ്റ വാക്കില് ഈ ജ്ഞാനം മുഴുവൻ, ആദിമധ്യാന്തം മുഴുവൻ ഇരിപ്പുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബാബ ബീജമാണ്. ബീജ് മേ തോ സാരാ ഝാഡ് സമായ ഹുവാ ഹോത്താ ഹെ. ബീജത്തിൽ ബാബ പറഞ്ഞു വൃക്ഷം മുഴുവൻ ഉണ്ടായിരിക്കും. വിസ്താർ ഭൂൽ സക്താ ഹി ലേക്കിൻ സാർ ഏക് ബാബ ശബ്ദ് ഏക് യാദ് രഖന മുഷ്കിൽ നഹി ഹെ. വിസ്താരം ചിലപ്പോൾ മറക്കാം, അല്ലെ? ധാരാളം ഈ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ് മുഴുവൻ യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിയെ കുറിച്ചാണ്. ഒരു കോശത്തെ കുറിച്ചോ ഒരു ഇലയെ കുറിച്ചോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ കുറിച്ചോ പഞ്ചതത്വങ്ങളെ കുറിച്ചോ എല്ലാ അറിവുകളും സാകാരത്തെ കുറിച്ചാണ്. അവ്യക്തത്തെ കുറിച്ച് ഒറ്റ അറിവുള്ളൂ, അവ്യക്തവചനം ശിവബാബ അത്രേ ഉള്ളൂ, വേറെ ഒന്നും. അപ്പൊ ബാബ പറയണു ഈ വിസ്താരം മൊത്തം മറന്നാലും സാരം മറക്കണ്ട, അപ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ. സദാ സഹജഹീന, അതുകൊണ്ട് വളരെ എളുപ്പമല്ലേ. കബി സഹജ് കബി മുഷ്കിൽ നഹി, ഇടയ്ക്ക് എളുപ്പമാണ് ഇടയ്ക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയില്ല. സദാ ബാബ മേരാഹി ഈ കബി കബി മേരാഹി. ബാബ എന്റെയാണ്, കാരണം അത് എപ്പോഴും അങ്ങനെയാണ്. അതോ ഇടയ്ക്കിടയ്ക്കാണോ? എപ്പോഴും നമുക്ക് മേരാ ബാബ ഈ ഒരു പാട് നമ്മള് ഇത് വേണമെങ്കിൽ ഭക്തിമാർഗത്തിലെ പോലെ ഒന്ന് ജപിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാലത്തെ മുലങ്ങ് ഒരു ജപം പോലെ അങ്ങ് ചെയ്താൽ മതി. മേരാ ബാബ അത് ഹൃദയം ചേർത്തിട്ടായിരിക്കണം എന്ന് മാത്രം, അത് വായു കൊണ്ട് മാത്രം പോരാ. അപ്പൊ മേരാ ബാബ, ബാബ പറയണ ഈ ഒറ്റ വാക്ക് മതി. ജബ് സദാ ബാബ മേരാ ഹേ തോ യാദ് ഭി സദാ സസ്തി. ബാബ എപ്പോഴും എന്റെ ആണെങ്കിൽ ബാബ പറഞ്ഞു പിന്നെ ആരും ഓർമ്മിക്കാനില്ല. അപ്പൊ ഓർമ്മ എളുപ്പമായില്ലേ? അപ്പൊ ഈ മുഷ്കിൽ ബാത്തിനഹി, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഭഗവാനെ കഹ ആപ്പ് മേരെ അവർ ആപ്പിനെ കഹ ആപ്പ് മേരെ. ഭഗവാൻ വന്നിട്ട് ഭൂമിയിൽ വന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ നമ്മളെ തെരഞ്ഞു പിടിച്ചു, എന്നിട്ട് പറഞ്ഞു നീ എന്റെയാണ്. നമ്മളും പറഞ്ഞു അങ്ങ് എന്റെയാണ്. ഒരു ക്യാ മുഷ്കിൽ ഭാവിക്കണം, പിന്നെന്താ ബുദ്ധിമുട്ട് ഇതിനകത്ത്? ഇസ്ലിയെ വിശേഷനായെ വെച്ച് അവർ ആകെ പെടും. അതുകൊണ്ട് ബാബ പറയാണ് ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാർഗമല്ല, വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട്
ഈ പുതിയ കുട്ടികൾക്ക് വിശേഷമായിട്ടും മുന്നോട്ട് പോകാൻ പറ്റും. അബിബി ആകെ ബെഡനേക്കാൾ ചാൻസ് ചെയ്യും. അപ്പൊ ഇനിയും ബാബ പറയാണ് മുന്നോട്ട് പോകാനുള്ള ചാൻസുകളുണ്ട്. അബി ഫൈനൽ സമാപ്തിക്ക ബിഗുൾ നഹീം ബജാഹി. ബാബ പറയണു അവസാന സമാപ്തിയുടെ ആ വിസിൽ ഇപ്പോഴും ഊതിയിട്ടില്ല. 91 ഞാനൊക്കെ വന്നത് 90 അവസാനമാണ്. അപ്പൊ നമ്മളൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതായത് 2000 കൂടിയാണല്ലോ നമ്മുടെ എല്ലാം ചിന്ത. 2000 കൂടി വിനാശം, 2005, 2012, 2014, 2022 ആയില്ലേ. അപ്പൊ ബാബ നമ്മളെ നീക്കി കൊണ്ടുപോയില്ലേ. അപ്പൊ ബാബ പറഞ്ഞു ഇപ്പോഴും അവസാന ബിസിൽ ഊതിയിട്ടില്ല. ഇസ്ലിയെ ഉടോ അവരോ കൊബി ഉടാത്തേച്ച്. അതുകൊണ്ട് ബാബ പറയണ കുട്ടികളെ പറക്കാൻ ഇനിയും അവസരമുണ്ട്, പറന്നുകൊണ്ടിരിക്കും, മറ്റുള്ളവരെയും ഉയരത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇസ്കി വിധി ഹെ വേസ്റ്റ് അർത്ഥാത് വ്യർത്ഥക്കോ ബജാവ്. അതിനുള്ള വിധി എന്താണ്? ബാബ പറയണു ഈ വ്യർത്ഥം അല്ലെങ്കിൽ ഈ പാഴാക്കല്, ഈ വേസ്റ്റ് ഒന്നും ഇല്ലാതാക്കി അല്ലെ. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വരദാനം ഇതായിരുന്നു, ഈ വേസ്റ്റ് നമ്മൾ ഇല്ലാണ്ടാക്കണം. बचत का घाटा जमा का घाटा बढ़ाते चलो क्योंकि 63 जन्म से बचत नहीं की लेकिन गंवाया. പറഞ്ഞു ഈ സമ്പാദ്യം അല്ലെങ്കിൽ ഈ ശേഖരിപ്പ് ഒന്ന് കൂട്ടി 63 ജന്മങ്ങളായിട്ട് നമ്മളെല്ലാം പാഴാക്കി കളഞ്ഞു, അവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. സബി ഖാത്തെ വ്യർത്ഥ ഗംവാക്കർ ഖതം കർ ദിയാ ഹി. എല്ലാ സമ്പാദ്യങ്ങളും ബാബ പറയാണ് ഈ 63 ജന്മം കൊണ്ട് ഈ ആത്മാക്കള് നഷ്ടപ്പെടുത്തി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ശ്വാസ का खजाना भी गंवाया, संकल्प का खजाना भी गंवाया, समय का खजाना भी गंवाया, गुणों का खजाना भी गंवाया, शक्तियों का खजाना भी गंवाया, ज्ञान का खजाना भी गंवाया. കുറെ ഖജനാവുകൾ ബാബ പറയുന്നു. പാഴാക്കരുത് എന്ന് പറഞ്ഞ ഖജനാവുകൾ എന്താണെന്ന് ബാബ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശ്വാസത്തിന്റെ ഖജനാവ്, സങ്കല്പത്തിന്റെ ഖജനാവ്, സമയത്തിന്റെ ഖജനാവ്, ഗുണങ്ങളുടെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, ജ്ഞാനത്തിന്റെ ഖജനാവ് എല്ലാം നഷ്ടപ്പെടുത്തി 63. ശ്വാസം ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ശ്വാസം. സങ്കല്പങ്ങളും സമയങ്ങളും മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ബാബ പറഞ്ഞു ഇതെല്ലാം 63 ജന്മങ്ങളിൽ നഷ്ടപ്പെടുത്തി. കിത്തനെ ഘാത്തെ ഖാലി ഹോകെ. നമ്മുടെ സമ്പാദ്യമെല്ലാം ശൂന്യമായി പോയി, കാലിയായി പോയി. അബി ഇൻ സബി ഘാത്തോൻകോ ജമാക്കാൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ബാബ പറയണു ഇതെല്ലാം നമ്മൾ സമ്പാദിക്കണം അല്ലെ. സമയവും സങ്കല്പവും ശ്വാസവും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പാഴാക്കി കളയുക. ഞാനിക്കാ ജമാ ഹോനേക്കാ സമയ ബി അബി. സമ്പാദിക്കാനുള്ള സമയം ഇതാണ്. അവിടെ ജമാ കർണേക്ക് വിധി ബി ബാബ ദ്വാര സഹജ് മിൽ രഹി. ഇനി ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് സമ്പാദ്യമാക്കി മാറ്റേണ്ടത്? അതിന്റെ വിധിയും ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഖജാനെ ഖർച്ചെ കർണേ സെ കം ഹോത്തെ കൂട്ടത്തെ और यह सब खजाने जितना स्वप्रति और अवरों के प्रति शुभ वृत्ति से कार्य में लगाएंगे उतना जमा होता जाएगा, बढ़ता जाएगा. ഈ വിനാശി ധനം നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർന്നു പോകും. നമ്മുടെ അടുത്ത് ഒരു 50 രൂപയുണ്ട്, 10 രൂപ നമ്മൾ ഒരാൾക്ക് എടുത്ത് കൊടുക്കും. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ 40 രൂപ, അപ്പൊ അത് കുറഞ്ഞു പോയി. ഇവിടെ ബാബ പറയാണ് ഈ അവിനാശി ഖജനാവ് ഇത് എത്രത്തോളം തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കുന്നു അത്രയും അത് വളർന്നുകൊണ്ടിരിക്കും സമ്പാദ്യം. ഉദാഹരണമായിട്ട് നമ്മൾ വെറുതെ കണ്ടമാന സമയം കളയും, കണ്ടമാന സമയം. അപ്പൊ ഈ സമയം കൊണ്ട് നമ്മൾ ഒരാളെ കൊണ്ട് വിളിച്ചിട്ട് നമ്മൾ പറയാണ് നമുക്ക് 10 വീടുകളിൽ നോട്ടീസ് കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ഒരു 15 മിനിറ്റ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ നമ്മുടെ സമയം എന്ത് ചെയ്തു? നമ്മൾ വെറുതെ കണ്ണി കണ്ട വർത്തമാനവും ടിവിയും കണ്ടിരിക്കുന്നതിന് പകരം നമ്മള് ഒന്നിലെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരാളെ പിടിച്ചിട്ട് ഒരു 10 വീടുകളിൽ കയറാം. അപ്പൊ അത് സമ്പാദ്യമായോ? അത് നമുക്ക് വേണ്ടി ആ സമയം ഉപയോഗിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിച്ചു. ബാബ പറഞ്ഞൊരു ശ്രീമത്ത് പാലിച്ചു. അപ്പോ ബാബ പറയാണ് അത് എത്രയോ സമ്പാദ്യമായി. ഇനി നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീ ആണ്, അപ്പൊ നമ്മുടെ അടുത്ത ആ സെന്ററിൽ പോകാം, അവിടെ പറമ്പൊക്കെ പുല്ല് പിടിച്ച് കിടക്കാം. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ആ പുല്ലൊക്കെ കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാം. അപ്പൊ നമ്മൾ ബാബയുടെ വീട് അല്ലെങ്കിൽ ബാബയുടെ യജ്ഞഭൂമി അല്ലെങ്കിൽ ബാബയുടെ സെന്റർ ശരിയാണ്. പിന്നെ നമ്മൾ വിചാരിക്കുകയാണ് കുറച്ച് സമയമുണ്ട്, സെന്ററിൽ നമുക്ക് പോയി കുറച്ചിരുന്ന് യോഗ ചെയ്യും. അപ്പൊ നമ്മൾ സെന്ററിൽ പോയിരുന്ന് യോഗ ചെയ്യും. അപ്പോ ഇതെല്ലാം എന്തായി? നമുക്ക് സമ്പാദ്യമായി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല.
അതായത് നമ്മുടെ സമയം നമ്മൾ കണ്ടമാനം പാഴാക്കി കളയും, വേസ്റ്റ് ആക്കി കളയാണ് ചെയ്യുന്നത്. അപ്പൊ ബാബ പറയാണ് ഇനി സമയം നമ്മൾ പാഴാക്കരുത്, സങ്കല്പങ്ങൾ നമ്മൾ പാഴാക്കരുത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആത്മാവിന് വേണ്ടിയും സെന്ററിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ബാബ പറയാണ് അത് നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കണം ശുഭഭാവനയോട്. യഹം ഖജാനോക്കോ കാര്യമേം ലഗാന യഹ് ജമാക്കി വിധി. ബാബ പറയാണ് ഈ സമ്പത്തുകള് ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് വർദ്ധിച്ചോളൂ. വഹം രഖന ജമാ കർണയ്ക്ക് വിധി ഹെ और യഹം ലഗാന ജമാ കർണയ്ക്ക് വിധി. ലൗകികത്തിലെ വിനാശി സമ്പത്ത് കൂട്ടിവെക്കുന്നതാണ് സമ്പാദ്യം, ഇവിടെ ബാബ പറയണു ഉപയോഗിക്കുന്നതാണ് സമ്പാദ്യം. ഫർക്ക് ഹെ, അപ്പൊ വ്യത്യാസം. സമയക്കോ സ്വയം പ്രതി യാ അവരം പ്രതി ശുഭ കാര്യമേ ലഗാവോ തോ ജമാ ഹോത്താ ജായേ. സമയത്തെ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശുഭകാര്യത്തിൽ ഉപയോഗിക്കണം. നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ വാട്സപ്പ് മൊബൈലുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്തത് കുറച്ച് കാണാന്ന് പറയുന്നില്ല. 24 മണിക്കൂർ നമുക്ക് ബാബ പറഞ്ഞില്ലേ 8 ഇട്ടാ മതി. 8 മണിക്കൂർ യോഗ, 8 മണിക്കൂർ സേവയൊക്കെ മതി. അതിൽ കൂടുതൽ ചിലപ്പോൾ പറ്റില്ല, കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വരും. അവരുടെ ഒരു മാർജിൻ ഞാൻ ഇട്ട് തരാം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഈ ഫോണിൽ കൂടെ സംസാരിച്ചു, കണ്ണി കണ്ട കാര്യങ്ങൾ കുറ്റവും കുറവൊക്കെ സംസാരിച്ചു, സമയം പോയി, ശക്തി പോയി, പാപകർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ സമയം നമ്മൾ എങ്ങനെയാ ചെലവഴിച്ചത്? വേസ്റ്റ് ആക്കി കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ബാബ പറഞ്ഞു അത് നല്ല കാര്യത്തിൽ ഉപയോഗിക്കും. ജ്ഞാനിക്കോ കാര്യമേ ലഗാവോ, ജ്ഞാനം ഉപയോഗിക്കണം. ഇന്നലത്തെ വരദാനം എന്തായിരുന്നു? നത്തിങ് നോ എന്നുള്ള പാഠം. എനിക്ക് അന്നത്തെ വരദാനം നത്തിങ് നോ എന്നുള്ള പാഠത്തിൽ കൂടി ജീവിതത്തിൽ വരുന്ന വിഘ്നങ്ങളെ ഒരു ഫുട്ബോൾ തട്ടിക്കളയുന്നത് പോലെ തട്ടി ഉത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകും. ഇത് വലിയൊരു പോയിന്റാണ്, ജ്ഞാനത്തിന്റെ വലിയൊരു പോയിന്റാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഘ്നം വന്നപ്പോ നമ്മളത് ഉപയോഗിച്ചു. ഈ പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ ആ വിഘ്നത്തെ തട്ടി നീക്കി. അപ്പൊ നമുക്കൊരു അനുഭവം കിട്ടി, കൊള്ളാം, ഇതിപ്പോ ഭയങ്കരമായിട്ട് ഞാൻ തകർന്നു പോയേനെ, പക്ഷെ ഇതിപ്പോ ഈ വളരെ കൊള്ളാലോ നമുക്ക് തോന്നാം. അത് നമ്മൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഇത് ഉപയോഗിപ്പിച്ചു. അപ്പൊ പറഞ്ഞു ജ്ഞാനത്തിന്റെ ഖജനാവ് ഉപയോഗിച്ചു. ഒരാള് അടുത്ത ആള് മരിച്ചുപോയി. അപ്പൊ നമുക്കറിയാം ആത്മാവ് മരിക്കുന്നില്ല, അല്ലെ? ആത്മാവ് മരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്കത് കുറഞ്ഞ് മൊത്തം ദുഃഖമൊന്നും പോയില്ല, ഒരു 50% ദുഃഖം കുറഞ്ഞു. ഇത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു, ഈ ആത്മാവിന് മരണമില്ലാട്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമില്ല, ആത്മാവിന് വേണ്ടി, പരേത ആത്മാവിന് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് ഇത് കേട്ടപ്പോ കുറച്ച് ദുഃഖം പോയി. ഒരു 90% ദുഃഖം ഉണ്ട് അവർക്ക്, 10% കുറഞ്ഞു കിട്ടിയില്ലേ? അപ്പൊ ജ്ഞാനത്തിന്റെ ഖജനാവ് ഉപയോഗിച്ചു. അപ്പൊ ബാബ പറഞ്ഞു ഈ ജ്ഞാനം ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങളിത് വച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? വച്ചുകൊണ്ടിരുന്നാൽ ഇത് സമ്പാദിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മുടെ സമയം, അല്ലെ, നമ്മുടെ ജ്ഞാനശക്തി, നമ്മുടെ സഹനശക്തി, ഇതൊക്കെ ശക്തികളും ഗുണങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിച്ചു. അല്ലെ? ഇന്നലത്തെ വരദാനത്തിൽ എന്താ പറഞ്ഞ സിമ്പതി, സിമ്പതി. അപ്പൊ നമുക്ക് ഒരാൾ മരിച്ച് ആ വീട്ടിലെ ദുഃഖം കണ്ടപ്പോ ഒരു സിമ്പതി വന്നു. പണമുള്ള വീട്ടിലാണെങ്കിൽ കുട്ടി മരിച്ച കരച്ചില് ദുഃഖം വളരെയായിരിക്കും. അപ്പൊ ബാബ പറഞ്ഞു പണക്കാരോടും സിമ്പതി കാണിക്കണം, പാവങ്ങളോട് സിമ്പതി കാണിക്കണം. അപ്പൊ ഈ സിമ്പതി നമുക്ക് വലിയൊരു സമ്പത്തായി മാറും. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ചപ്പോഴേ വർദ്ധിച്ചുള്ളൂ. അതല്ലാണ്ട് ഇത് വച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഐസെ ഗുണം കോ ശക്തിയും കോ ജിത്തന ലഗായെങ്കിൽ ഉത്തന പെടെ. അപ്രകാരം ബാബ പറയാണ് സമയവും അറിവും ഗുണങ്ങളും ശക്തികളും നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് വർദ്ധിച്ചു. യഹിനഹിം സോജന ജൈസെ വഹ് ലോക്കർ മേ രഖ് ദേത്തെ और समझते बहुत जमा है ऐसे आप भी सोचो मेरे बुद्धि में ज्ञान बहुत है गुण भी मेरे में बहुत है शक्तियां भी बहुत है. ബാബ പറയാണ് മറ്റു സമ്പാദ്യം ലോക്കറിൽ വെച്ചാൽ നമ്മൾ വിചാരിക്കും എനിക്ക് ഇഷ്ടം പോലെ ഒരു 100 പവന്റെ ആഭരണം ലോക്കറിൽ ഇരിക്കും. അപ്പൊ നമ്മൾ വളരെ സമ്പന്നനാണെന്ന് വിചാരിക്കും. എനിക്ക് കണ്ടമാനം സമ്പാദ്യം ഉണ്ടെങ്കിൽ ബാങ്കിൽ FD ഉണ്ടെന്ന് പറയും. ബാബ പറയണു അങ്ങനെ ഈ ജ്ഞാനം ബുദ്ധിയുടെ ലോക്കറിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഗുണമുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്, ബാബ പറയണു അങ്ങനെ ബുദ്ധിയിൽ ഇത് വച്ചിട്ട് ഞാൻ സമ്പന്നനാണെന്ന് വിചാരിക്കരുത്. ലോകപ്പ് കർക്കെ നഹി രഹോ യൂസ് കരും. ഇത് ലോകപ്പിൽ വയ്ക്കേണ്ട സാധനമല്ല, ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കും. നമ്മളത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇപ്പോ സുദർശൻ ഭായിക്ക് കിട്ടിയ ഒരു വിദ്യയാണ് ഈ അക്യുപ്രഷർ. അപ്പൊ അതിങ്ങനെ വച്ചുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രാക്ടീസും കിട്ടുന്നില്ല. ഇത് ഒരാൾക്ക് കൊടുത്താലല്ലേ അയാളുടെ രോഗത്തിൽ അത് ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലായി, അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അനുഭവം കിട്ടി, അവർക്കും ഒരു അനുഭവം കിട്ടി. അസുഖം മാറാൻ ഈ ലോകത്തില് 2 കാര്യങ്ങളുള്ളെന്ന് പറയുന്നത്, ഒന്ന് ആത്മാവിന്റെ അസ്വസ്ഥത, 2 ശരീരത്തിന്റെ അസ്വസ്ഥത. ആത്മാവിന്റെ അസ്വസ്ഥതയ്ക്കാണ് വിദ്യ വേണമെന്ന് പറയും, ശരീരത്തിന്റെ അസ്വസ്ഥതയ്ക്ക് വൈദ്യം വേണമെന്നും പറയും.
അപ്പൊ ബാബ പറയണു ഈ ആത്മാവിന്റെ വേദന മാറ്റാനുള്ള വിദ്യ ഞാൻ നൽകിയിട്ടുണ്ട്. ശരീരത്തിന്റെ വേദനയും വലിയ വേദന തന്നെയാണ്. അതുകൊണ്ട് ബാബ ഈ ഡോക്ടർമാരെ കുറിച്ച് കൂടുതൽ പറയുന്നു. അപ്പൊ അത് മാറിക്കിട്ടില്ല. അത് ബാബ പറഞ്ഞു, ഞാൻ ഈ അക്യുപ്രഷറിൽ ഞാൻ ആള് ഭയങ്കരനാണ്, എനിക്ക് PhD ഉണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എന്താ കാര്യം? ബാബർ അത് ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കണം. അതേപോലെ നമ്മൾ പറയാണ്, എനിക്ക് ബാബയുടെ ജ്ഞാനം എനിക്ക് ഭയങ്കര ജ്ഞാനമാണ്. ബാബർ അതുകൊണ്ട് എന്താ വിശേഷം? പിന്നെ എൻ്റെ ഉണ്ടിൽ ധാരാളം നന്മകളുണ്ട്. ബാബർ അതുകൊണ്ട് എന്താ കാര്യം? അത് ലോക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? അത് ലോക്കറിൽ വെക്കാണ്ട് ബാബ പറയണം, അത് നമ്മൾ യൂസ് ചെയ്യണം. സ്വയം പ്രദീപി യൂസ് കരോ നഹിം തോ ലൂസ് ഹോ ജായ്. അവരവർക്ക് വേണ്ടിയിട്ടും അത് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ബാബ പറഞ്ഞു അത് ലൂസ് ആകും, അത് നഷ്ടമാകും. കാര്യം ആ വിദ്യ കൊണ്ട് പ്രയോജനമില്ല. കൈ ബച്ചേ കാത്തെ സർവ്വ ഖജാനെ മേരെ അന്തർ ബഹുത്ത് സമായി ഹുയി. ചില കുട്ടികൾ വിചാരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ എല്ലാ സമ്പത്തുകളും ധാരാളമുണ്ട്. ലേക്കിൻ സമായ ഹുയേക്ക് നിശാനിക്കായി. ബാബ ചോദിക്കുകയാണ്, ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താ? സമായ ഹുയേഹെ അർത്ഥാത് ജമാൻ. ബാബറിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്പത്തുണ്ടെന്നാണ്. तो उसकी निशानी है सो प्रति അവരൊക്കെ പ്രതി സമയപ്പർ കാമൻ. അതിന്റെ അടയാളമാണ് തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അത് ഉപയോഗിക്കും. എൻ്റെ അടുത്ത് ഒരു 10,000 രൂപയുണ്ട്, പക്ഷെ വീട്ടിൽ അരി മേടിച്ചിട്ട്. അപ്പൊ ഞാൻ പറയാം എനിക്ക് 10,000 രൂപയുണ്ട്. അപ്പൊ ഞാൻ പൈസ കൊണ്ട് കുറച്ച് അരി മേടിച്ച്, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി അത് വെച്ച് കഴിക്കും, ഇത്തിരി നല്ല സാധനമൊക്കെ മേടിച്ച് കഴിക്കും. അതിങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് എന്താ? അതുപോലെ നമ്മളിൽ കുറെ അറിവുകളുണ്ട്. ബാബ തന്നിരിക്കുന്ന അറിവുണ്ട്. എനിക്കിപ്പോ പരന്ധാമത്തിലിരിക്കുന്ന ആത്മവൃക്ഷത്തെ കുറിച്ച് കറക്റ്റ് അറിയാം. അത് ഗീതയിൽ എവിടെ കിടക്കണമെന്ന് എനിക്കറിയാം. അത് ബൈബിളിൽ ഇങ്ങനെയുണ്ട്, ഖുറാനിൽ ഇങ്ങനെയുണ്ട്. അപ്പൊ ആര് വന്നാലും എനിക്കൊരു വിഷയമില്ല. ബാബ അതുകൊണ്ട് എന്താ കാര്യം? ഇത് ആളുകളോട് ഏറ്റുമുട്ടാനുള്ളതല്ലല്ലോ, ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. ബാബ പറയണ കുട്ടികളെ ഈ അറിവും ഗുണങ്ങളൊക്കെ അകത്ത് വച്ചുകൊണ്ടിരിക്കാണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കണം. കാമയം ആയേഹി നഹിം അവർ കഹെ ബഹുത്ത് ജമാ ബഹുത്ത്. ഒന്നും ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തും. എന്നിട്ട് പറയാണ് എനിക്ക് ധാരാളം സമ്പാദ്യമുണ്ട്. സമ്പാദ്യം അല്ലെ, ജീവിതത്തിൽ അത് ഉപയോഗിക്കണ്ടേ? ഈ ഒരു അറിവ് ഉണ്ട്, നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല. പക്ഷെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇടിയുന്നല്ലോ, ഭയമായി. വേറെ പിന്നെ ഈ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അത് ഉപയോഗിക്കേണ്ടതല്ല. അപ്പൊ ബാബ പറയണം ഈ സമ്പാദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. तो इसको यथार्थ जमा की विधि नहीं कहेंगे, इसलिए अगर यथार्थ विधि नहीं होगी तो समय पर संपूर्णता की स्थिति नहीं मिले. അപ്പോൾ ഉണ്ട്, നമ്മൾ മുരളി കേട്ടു, കുറെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു. ഇപ്പൊ എല്ലാവരുടെയും പരിപാടി എന്താ? അവിടുത്തെ മുരളി നല്ലതാ, അതെടുത്ത് കേൾക്കുക. എന്നിട്ട് വല്ല പരിവർത്തനം ഉണ്ടോ? ഇല്ല. പിന്നെ പീസ് ഓഫ് മൈൻഡ് ചാനൽ ഇപ്പൊ ഫുൾ ടൈം കൊണ്ട് സൂപ്പർ ക്ലാസ്സുകളാണ്. ബാബ പറഞ്ഞു എന്തിന് ഇത്രപ്പെട്ട ക്ലാസ്സുകൾ അല്ലേ? ബാബ എപ്പോഴും എന്താ പറയുന്നത്? നിങ്ങൾ ഈ 1 ഔൺസ് കഴിച്ച് 1 ഔൺസ് ഉപയോഗിച്ച് ഒരു 1/2 ഔൺസെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താ ഈ വാട്സപ്പിൽ കൂടെയും ഈ സോഷ്യൽ മീഡിയ കൂടെയും കണ്ടമാനം ക്ലാസ്സിൽ അമൃതവേള മുതൽ തുടങ്ങും. 24 മണിക്കൂർ ഇപ്പൊ ചാനൽ വായിച്ചു വട്ടാണല്ലോ. ഇതൊക്കെ വെറും മിസ്യൂസ് ആണ്. അത് ഇതിൽ കൂടെ ഒന്നും ശക്തി വർദ്ധിക്കുന്നില്ല. കുറെ ഇൻഫർമേഷൻ കൊടുക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. എന്നിട്ട് വല്ല പരിവർത്തനം ഉണ്ടോ? ഇല്ല. അപ്പൊ ബാബ പറയാണ് ഇത് പരിവർത്തനം കൊണ്ടുവരുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ, ബാബ പറയാണ് നിങ്ങൾക്ക് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല. ബാബ പറഞ്ഞു ഒരിക്കലും സമ്പൂർണത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. ധോക്കാ മിൽജായ എന്ന് മാത്രമല്ല ചതി പറ്റും അല്ലെ. ഉപയോഗിച്ച് പലപ്പോഴും നമ്മൾ തോറ്റു ജീവിതത്തിൽ. ബാബ പറഞ്ഞു ആ തോൽവി ഒരു അനുഭവമാണ്, ആ അനുഭവത്തിൽ കൂടെ ജയിച്ചോളൂ. അതെല്ലാം ഉപയോഗിക്കുന്നേ ഇല്ലെങ്കിൽ ബാബ പറയുന്നു സമയത്ത് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വെറുതെ ജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രം. സിദ്ധി നഹിമില് സിദ്ധി കിട്ടത്തില്ല. ബാബ ഇതുവരെ പറഞ്ഞ കാര്യം എന്താണ്? അതായത് ബാബ പറയണം ഇത് ഇത്ര ടഫായ വിഷയമൊന്നുമല്ല, ഇതിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇതിൽ ആകെ ഇത്രയുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ ബീജമായ ബാബ എൻ്റെ എന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാബ പറയണം ബാബ എൻ്റെ എന്ന് പറയും, വേറെ ഒന്നും നമ്മുടേതില്ല. എന്നിട്ട് ബാബ പറയാണ് ഞാൻ നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ നൽകിയിട്ടുണ്ട്, അറിവുണ്ട്. പിന്നെ നമുക്ക് ഓൾറെഡി കുറെ സാധനമുണ്ട്. എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. അതിൽ ആർക്കും കുറവ് വരുത്തില്ല. അത് ഇനി ലോകത്തിലെ ഏത് ബിൽഗേറ്റ്സ് ആണെങ്കിലും, ഏത് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും, ഏത് കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും ഒറ്റ സമ്പാദ്യ ഈശ്വരൻ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം 24 സമയം. സങ്കല്പശക്തി എല്ലാവർക്കും ഉണ്ട്. വേറെ എല്ലാവരിലും കുറച്ച് നന്മകളുണ്ട്, എല്ലാവരിലും കുറച്ച് ശക്തികളുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് അഡീഷണൽ ആയിട്ട് ബാബയുടെ അറിവുണ്ട്, ബാബയും ഉണ്ട്. അപ്പൊ ബാബ പറയണു ഇത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗമുണ്ട്, അത് ലോക്കറിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് നമുക്കും മറ്റുള്ളവരുടെയും എന്തിനു വേണ്ടി? ശുഭകാര്യത്തിന്. ഇതേ സങ്കല്പശക്തി നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ്? അവനെനിക്ക് കുഴപ്പമുണ്ടാവില്ല, ഒരു ശാപം കൊടുത്താൽ മതി. നമ്മള് യോഗ ചെയ്തിട്ട് അവനെ ഒരു ശാപം കൊടുത്താലുണ്ടല്ലോ അവന്റെ പണി തീരും.
പറഞ്ഞു അപ്പൊ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? നശിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ കണക്ക് നമുക്ക് വരും. അതുകൊണ്ട് ബാബ പറഞ്ഞ ബ്രാഹ്മണരുടെ സങ്കല്പം നേരെ ചൊവ്വയായിരിക്കും. അപ്പൊ ബാബ പറയണു അതുകൊണ്ട് ഇതിങ്ങനെ വച്ചുകൊണ്ടിരിക്കാണ്ട് ഇത് ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെ ഉപയോഗിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ വർദ്ധിച്ചോളും. ഇല്ലെങ്കിൽ അവസാനം ഇത് ഉപയോഗമില്ലാത്തൊരു ആയുധമാകും. ഗുണം കോ ശക്തിയും കോ കാര്യമേ ലഗാവത്തോ ബെടുത്തേ ജായി. നമ്മുടെ ഗുണങ്ങളും ശക്തികളും കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വർദ്ധിക്കും. ഒരു ചെറിയ വേദന വന്നു, നമുക്കത് നേരത്തെ ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ബാബ പറഞ്ഞതനുസരിച്ച് ഇതിന് സഹിക്കാൻ തുടങ്ങി. നമ്മുടെ കർമ്മത്തിന്റെ കണക്ക് തീരാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിന് സഹിച്ചു, ഇതിന് സന്തോഷിച്ചു. അവൻ അത് വർദ്ധിച്ചോളും പതുക്കെ പതുക്കെ. तो बचत की विधि जमा करने की विधि को अपनाओ. അതുകൊണ്ട് വർദ്ധിപ്പിക്കാനും സമ്പാദിക്കാനുള്ള വിധി ഒന്ന് സ്വായത്തമാക്കൂ. फिर व्यर्थ का गाता स्वतः ही परिवर्तन हो सफल हो जाए. ബാബ പറയാണ് സഫലമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വ്യർത്ഥത്തിന്റെ കണക്കങ്ങ് തീർന്നു. जैसे भक्ति मार्ग में एक नियम है कि जितना भी आपके पास स्थूल धन है तो उसके लिए कहते दान करो सफल करो तो बढ़ता जाए. ഭക്തിമാർഗത്തിൽ ഒരു നിയമമുണ്ട്. നമ്മുടെ അടുത്ത് എന്ത് സ്ഥൂലമായൊരു ധനം ഉണ്ടെങ്കിലും അത് ദാനം ചെയ്ത് സഫലമാക്കുകയാണെങ്കിൽ വർദ്ധിക്കും എന്ന് പറയും. അതാണ് ഭക്തിമാർഗത്തില് അല്ലെ. ഒരു എന്തോ കൃഷ്ണൻ എന്ന് ചോദിച്ചു, ഇനി അതിൽ എന്തെങ്കിലും ഉണ്ട്, പാത്രമൊക്കെ കഴുകി കമത്തി വെച്ചു, എന്നാലും നോക്ക്. അപ്പൊ ഒരു തരി എന്തിരിപ്പുണ്ട്, ഈ ചീരയുടെ ഒരു പാത്രം കഴിയുമ്പോൾ പോയിട്ടില്ല. അതായത് ദ്രൗപദിക്ക് നന്നായിട്ട് പാത്രം കഴുകാൻ അറിഞ്ഞുകൂടാത്തതായിരിക്കും. എന്തായാലും കഥയിൽ കാണിച്ചിരിക്കുകയാണ് ഒരു തരി ചീര. അപ്പൊ അത് കൃഷ്ണന് കൊടുത്തപ്പോൾ അവിടെ വലിയൊരു പ്രാപ്തിയുണ്ട്. അപ്പൊ ഭക്തിമാർഗത്തിൽ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ സ്ഥൂലമായ സ്ഥാനം കുറച്ച് ദാനം ചെയ്യുകയാണെങ്കിൽ അത് വർദ്ധിക്കും. സഫൽ കർണേ കെലിയെ കിത്തന ഉമംഗ് ഉത്സാഹം ബഡാത്തെ ഭക്തി മേ. ഭക്തിയിൽ പോലും ഒരു കാര്യം ഇങ്ങനെ കൂട്ടി വയ്ക്കരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേദത്തിൽ എന്താ പറഞ്ഞ അടുത്ത നേരത്തെ ആഹാരം കൂട്ടി വെക്കരുത്. പൊതുവെ ഉറുമ്പ് പോലുള്ള ചില ജീവികൾ മാത്രമേ കൂട്ടി വെക്കാറ്. ഒരങ്ങോ ആനയോ സിംഹമോ ഒരൊറ്റ ജീവിയും ഈ ആഹാരം കൂട്ടി വെക്കാറില്ല. വട്ടിയും പൂച്ചയൊന്നും ഇങ്ങനെ കൂട്ടി വെക്കാറില്ല. ഉറുമ്പൊക്കെ കുറച്ച് കൂട്ടി വെക്കാം. അപ്പോ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഭാരതത്തിന്റെ വേദങ്ങൾ പറയുന്നത്. അങ്ങനെ കൂട്ടി വെക്കരുതെന്നാ പറയും. ബാബ പറയാണ് പിന്നെ എന്താ ചെയ്യേണ്ടത്? അവർ അത് കൊടുത്താൽ പിന്നെ നമുക്കത് വന്നോളൂ. അത് ഭക്തിയിൽ പോലും ഉണ്ട്. तो आप भी तपस्या वर्ष में सिर्फ एक नहीं जग करो कि व्यर्थ कितना गुण. അതുകൊണ്ട് ഈ തപസ്യ വർഷത്തിൽ ഞാൻ എത്ര പാഴാക്കി കളഞ്ഞു എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരാ. വ്യർത്ഥ ഗംവായ വഹ അലഗ് ബാത് ഹേ ലേക്കിൻ ഏക ചെക്ക് കരോ കി സഫൽ കിത്തന. വ്യർത്ഥമാക്കി കളഞ്ഞു, സമയവും ഒക്കെ വ്യർത്ഥമാക്കി കളഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എത്രത്തോളം സഫലമാക്കി എന്നുള്ളതാണ്. ജോ സാരേ ഖജാനെ സുനായി. ബാബ എല്ലാ ഖജനാവുകളും ശ്വാസം, സമയം, സങ്കല്പം, ഗുണങ്ങള്, ശക്തികള്, ജ്ഞാനം ഇതെല്ലാം എത്രത്തോളം സഫലമാക്കി. ഗുണബി ബാബയ്ക്ക് ധനഹെ. ഗുണങ്ങളും ബാബ നൽകിയതാണ്. മേരാ യഹ് ഗുണഹെ മേരി ശക്തി ഹെ യഹ് സ്വപ്നമേ ബി ഗലത്തി നഹി. ഇതെന്റെ ഗുണമാണ്, ഇതെന്റെ ശക്തിയാണ്. സ്വപ്നത്തിൽ പോലും തെറ്റു പറയരുത്. അതായത് എന്റെ ഗുണമാണ്, എന്റെ ശക്തിയാണ്. ബാബയുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ അങ്ങനെ അപരാധം കാണിക്കരുത്. യഹ് ബാബയ്ക്ക് ധനഹെ തോ പ്രഭു ദേൻ പരമാത്മാ ദേനക്കോ മേരാ മാനന യഹ് മബാബ്. അതായത് എന്റെ ഒരു സാധനം അത് നമ്മൾ പറയാറില്ല, ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ അത് എങ്ങനെയാണോ ഞാൻ തീരുമാനിക്കും. പൊതുവെ നാട്ടിൽ കിടക്കുന്ന ഒരു വാക്കാണ്, ഞാൻ കള്ളു കുടിക്കുന്നവരെ നിങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ നിങ്ങളുടെ പൈസ ഒന്നും എടുക്കുന്നില്ലല്ലോ, ഞാൻ എന്റെ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ. അതേപോലെ ജ്ഞാനത്തിൽ നമ്മൾ എന്ത് പറയും? എനിക്കാ ഗുണമുണ്ട്, അല്ലെങ്കിൽ എനിക്കാ കഴിവുണ്ട്, അത് ഞാൻ തീരുമാനിക്കും എവിടെ ചെയ്യണം, എന്ത് ചെയ്യണം. അവർ അങ്ങനെയൊന്നും അബദ്ധം പറയല്ലേ. ഇതെല്ലാം ഈശ്വരൻ നൽകിയ ദാനമാണ്. ഈശ്വരൻ നൽകിയ ഒരു സാധനം എന്റെയാണെന്ന് പറയുന്നത് ബാബ പറയാണ് മഹാപാപം. കൈ ബാർ കൈ ബച്ചെ സാധാരണ ഭാഷ में सोचते भी है और बोलते भी है मेरे इस गुण को यूज नहीं किया जाता. मेरे में एक शक्ति, मेरी बुद्धि बहुत अच्छी है, इसको യൂസ് नहीं किया. അതായത് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറയുമ്പോൾ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇതൊക്കെ ബാബ ഈ മനഃശാസ്ത്രത്തിൽ അങ്ങേയറ്റമുള്ള എല്ലാം ബാബറല്ലേ, എനിക്ക് എല്ലാ വിളച്ചിലും എനിക്കറിയാം. നമ്മൾ പറയും എനിക്ക് കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ സെന്റർ ഇത് ഉപയോഗിക്കും, സിസ്റ്റർ അത് ഉപയോഗിക്കും, നമ്മൾ ഉപയോഗിക്കും. നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, നമുക്ക് നല്ല കഴിവുകളുണ്ട്, നമ്മൾ നിസ്സാരക്കാരനൊന്നുമല്ല, പക്ഷെ എന്തോ ഇവരെ എന്നെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് പറയും? മറ്റുള്ളവരുടെ തലയിൽ ചാരും. ഭാവിക്കുകയാണ് മേരി കഹാംസിയായി. അപ്പൊ ഈ എന്റെ ഗുണം, എന്റെ കഴിവ്, എന്റെ ബുദ്ധിശക്തി ഇപ്പൊ ഭാവിക്കുകയാണെങ്കിൽ എന്റെ ഇവിടുന്ന് വന്നു. എല്ലാം സൂക്ഷ്മമായിട്ട് ഭാവം മഹാപാപം. അപ്പൊ അത് ഉപയോഗിക്കുന്നില്ല, അതൊരു പരചിന്തനം, വേറൊരാളുടെ മുകളിലുള്ള ഒരു ആരോപണം. എന്നിട്ട് നമ്മൾ തടിയപ്പാണ്, എന്നിട്ട് എല്ലാവരോടും പോയി പറയുകയും ചെയ്യും അവിടെ ശരിയാവില്ല കേട്ടോ, അവിടെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു.
ബാബ പറയണം മൊത്തം കുഴപ്പത്തിൽ ചാടിക്കുക, വ്യർത്ഥമാക്കി കളയാണിത്. മേരി കഹ അവർ മൈലി പോയി. എന്റെ എന്ന് പറഞ്ഞാൽ ബാബ പറയാണ് നീ അഴുക്ക് പിടിച്ചു. ഭക്തി മേ ബി യഹി ശിക്ഷ ത്രൈഷ് ജൻസെ ദേത്തെ ഹി മേരാ നഹിമാനും തേരാം. 63 ജന്മം ഭക്തിമാർഗത്തിലും ഈ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ എന്ന് പറയുന്നു, പ്രഭുവിന്റെ എന്ന് പറയും അല്ലെ. ഭക്തിമാർഗത്തിൽ ആദ്യത്തെ വരി തന്നെ എന്താണ്? ഭാരതത്തിന്റെ ആദ്യത്തെ വരി തന്നെ എന്താ? ഈശാവാസ്യം ഇതം സം. ഇതെല്ലാം ഈശ്വരനെ കൊണ്ട് പോകുന്നു, ഇതെല്ലാം ഈശ്വരന്റെ അല്ലെ. ഭക്തിമാർഗത്തിലെ ഏറ്റവും വലിയ വരി ഇതെല്ലാം ഈശ്വരന്റെ. ഒരു 63 ജന്മം ഇതാ പഠിപ്പിച്ചത് എന്റെ എന്ന് പറയരുത്. മേരാ നഹി മനോ തേരാ മാനം ലേക്കിൻ ഫിർബി മാന നഹി. പക്ഷെ എന്നിട്ട് 63 ജന്മം ഇത് കേട്ടിട്ടും തലേ കയറിയിട്ടില്ല. तो ज्ञान मार्ग में भी कहना तेरा और मानना मेरा यह ठगी यहाँ नहीं चल. इसलिए प्रभु प्रसाद को अपना मानना यह अभिमान और अपमान कर. ബാബ പറയാണ് ഈ ജ്ഞാനമാർഗത്തിലും എന്റെ എന്നുള്ളതിനെ നിന്റേതിനെ എന്റേതെന്ന് പറയുക, ആ ചതി ബാബ ഇവിടെ നടക്കില്ല. പ്രഭു പ്രസാദത്തെ എന്റെ എന്ന് പറയുമ്പോൾ അത് അഹങ്കാരമാണ്. ബാബ പറയണം അത് അപമാനിക്കലാണ്, ബാബയെ അപമാനിക്കില്ല, അല്ലെങ്കിൽ യജ്ഞത്തെ അപമാനിക്കില്ല. നമുക്ക് ഈ നന്മകളൊക്കെ പതുക്കെ പതുക്കെ വർദ്ധിച്ചു വരുന്നത് ഈ ജ്ഞാനത്തിൽ കൂടെ ബാബ പറഞ്ഞ പുരുഷാർത്ഥം ചെയ്തിട്ട്. പക്ഷെ അത് വരുന്നു കഴിയുമ്പോൾ നമുക്കൊരു അഹങ്കാരം വരും. അപ്പൊ ബാബ പറയാണ് ഇത് വലിയൊരു ചതിയാണ്, മഹാപാപമാണ്. അതിൽ നിന്നുണ്ടാകുന്ന വലിയ ചതിയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ അത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഉപയോഗിക്കാൻ ഇഷ്ടംപോലെ അവസരമാണ്. ഇപ്പൊ സെന്ററിൽ പറയാണ് നിങ്ങൾ ക്ലാസ് കൊടുക്കുക. അപ്പൊ പറയുന്നത് എനിക്ക് ക്ലാസ് എടുക്കാൻ നല്ല കഴിവുണ്ട്. അപ്പൊ അവർക്ക് പാസ് ചെയ്യാം, അവന്റെ ക്ലാസ് എടുപ്പിക്കാതെ. അപ്പൊ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ബാബു പറഞ്ഞു, അപ്പൊ ആ പറഞ്ഞ ഒന്നുകൂടി തിരിച്ചു പറഞ്ഞ് എനിക്ക് ക്ലാസ് എടുക്കാനുള്ള കഴിവ്. അപ്പൊ വേറെ നിനക്ക് കഴിവുണ്ട്, അവിടെ എന്റെ വന്നു. ഇനി അതവർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ബാബ ഒരു പോയിന്റ് പറഞ്ഞു തന്നു. അപ്പുറം ഇപ്പുറം ബാബ പറഞ്ഞു തരും, ഈ നിമിത്തമായവര് 100% പെർഫെക്റ്റ് അല്ല, അവർക്കും ഈ വികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാബ പറയാണ് ഈ പ്രോഗ്രാമില് സുദർശൻ ഭായി ആയിരുന്നു പ്രധാന ടോക്ക് നടത്തേണ്ടത്. അപ്പോ നമ്മൾ നിമിത്തമായി നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് സുദർശൻ ഭായിക്ക് കൊടുക്കണ്ട, അത് നമുക്ക് നാഗരാജ് ഭായിക്ക് ചാൻസ് കൊടുക്കാം. അതിന് കാരണം നാഗരാജ് ഭായി വളർത്തുക എന്നുള്ളതല്ല, പകരം സുദർശൻ ഭായി വലിയ ആളായാലും ഒരു പേടി. അപ്പൊ ബാബ പറയാണ് അപ്പൊ അവിടെ സുദർശൻ ഭായി എന്ത് നിലപാടെടുക്കും? ചോദിക്കുന്നത് എന്തിനാണ്? ഉറക്കം പോകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ബുദ്ധി ഇടപെട്ടാലേ ഉറക്കം പോകും. അപ്പൊ അവിടെ സുദർശൻ ഭായിക്ക് മനസ്സിലായി എന്റെ കഴിവ് അവിടെ ഉപയോഗിക്കുന്നില്ല. ഇതൊരു ജ്ഞാനമാർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ധാരാളം പ്രതിസന്ധികൾ വരും. അവിടെയുള്ള ജ്ഞാനം ഉപയോഗിക്കാൻ ബാബ പറയും. അപ്പൊ എന്ത് ചെയ്യണം? സുദർശൻ ഭായി ഇറങ്ങിപ്പോകാം, ഷൗട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാം, എന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തി ഇവിടെ ശരിയല്ല. സുദർശൻ ഭായി അത് മറ്റു പല സ്ഥലത്ത് പോയി പറയാണ് അവരെന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ബാബ പറയുന്ന അടിമുടി പാപകർമ്മങ്ങളായി. ഒന്ന് എന്റെ എന്ന് പറഞ്ഞു, രണ്ട് അപമാനിച്ചു, അതിലെ യജ്ഞത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ശരിയാണല്ലോ, ആ ചെയ്തത് ശരിയല്ല. ബാബ 100% എനിക്കറിയാം ഞാൻ നിമിത്തമാക്കിയ ആൾ ചെയ്തത് ശരിയല്ല. അത് അവരസൂയ കൊണ്ട് ചെയ്തായിരിക്കും. അപ്പൊ അവിടെ ബാബ എന്താ പറഞ്ഞാണ്? ഞാൻ നിമിത്തമാക്കിയ ആളായതുകൊണ്ട് ഉത്തരവാദിത്വം എനിക്ക്. അപ്പൊ അവിടെ ബാബ പറയാണ് ആ സംസാരിക്കാൻ നാഗരാജയാണ് ഏൽപ്പിച്ചത്. അപ്പൊ സുദർശൻ ഭായി മാറിയിരുന്നിട്ട് യോഗ ചെയ്യാണ്. നാഗരാജ ഭായി ഇത് വളരെ നന്നായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഭായി വിചാരിക്കുകയാണ് ഇത് താഴെ പോയി 4 പാത്രം കഴുകി വെച്ചു. ഇപ്പൊ 2 ഓപ്ഷനാണ്. ഒന്ന് തല്ലുപിടിച്ച് പോവുക, പിന്നെ 10 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കുക. 2 നാഗരാജ നന്നായിട്ട് സംസാരിക്കട്ടെ, പിന്നെ ഇപ്പൊ എനിക്ക് സമയമുണ്ടല്ലോ, ഞാൻ താഴെ പോയി 4 പാത്രങ്ങൾ കഴുകി വെച്ചു. അപ്പൊ ബാബ പറയാണ് ശുഭഭാവന വച്ചതിന്റെയും പാത്രം കഴുകിയതിന്റെയും മാർക്ക് പ്ലസ് നമുക്ക് ലഭിക്കേണ്ട അവസരം നമുക്ക് തട്ടിയെടുത്തതിന്റെ അതിന്റെയും കൂടി ഒരു വിഹിതം അതുകൂടി ഞാൻ നിനക്ക് തരും. പോസിറ്റീവായിട്ട് എടുത്താൽ നമുക്ക് വലിയ സമ്പാദ്യം, നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ അതുകൊണ്ട് ബാബ പറയുന്ന ഓരോ കാര്യത്തിലും ഞാൻ നൽകിയിട്ട്. പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്കത് പറ്റത്തില്ല. കാരണം അതിനുള്ള ശക്തി നമുക്കായിട്ടില്ല. അപ്പൊ ബാബ കുറച്ച് ഉപയോഗിച്ചു നോക്കും. അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ പറ്റും. ആദ്യമൊക്കെ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവും, അതൊക്കെ മാറിക്കോളും. അപ്പൊ അങ്ങനെ നമ്മൾ പതുക്കെ ജ്ഞാനം ഉപയോഗിച്ചു. ഇല്ലെങ്കിൽ ബാബ പറയുന്നത് ഒരു സാഹചര്യം വരുമ്പോൾ ചതി പറ്റുമെന്ന് നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ അവ്യക്തവാണി ആർക്കാ പറ്റുന്നതെന്നറിയാം?
അവ്യക്തവാണി മുന്നണി ഒരാൾക്ക് വേണ്ടിയുള്ളതാണ്, യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട്. അല്ലാത്തവർക്ക് ഈ അവ്യക്തവാണിയുടെ വലിയ കാര്യമാണ്. ഇത് യുദ്ധം ചെയ്യാനുള്ള അവർക്ക് വേണ്ടിയിട്ടാണ്. കാര്യം യുദ്ധം ഫീൽഡിൽ, സേവാ ഫീൽഡ് മൊത്തം കശപിശ. അപ്പൊ സേവാ ഫീൽഡിൽ ഒന്നും നമ്മളില്ല. അത് ആര് വേണമെങ്കിൽ കാണിച്ചോട്ട് പറഞ്ഞ് നമ്മളിവിടെ വന്ന് മീറ്റ് വെച്ച് ആ മുറിയിലേക്കൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഇതിലേക്ക് ചെയ്തു പോകുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് നമുക്കുണ്ടാകും. നമ്മൾ നല്ല കുട്ടിയായിരിക്കും. പക്ഷെ സേവാ ഫീൽഡിൽ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് ധാരാളം സംഘർഷങ്ങൾ. അപ്പൊ അവിടെയാണ് ഈ ഇതിന്റെയൊക്കെ ഉപയോഗം നമുക്ക് വരുന്നത്. അല്ലാത്തവർ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ വിചാരിക്കും എന്താ ഇതിന്റെയൊക്കെ കാര്യം, അല്ലെ വല്ല കാര്യമാണ്. ഭാവരല്ലേ, ഈ മുരളി കേൾക്കുന്നവരുടെ താല്പര്യം എനിക്ക് മുരളി വരത്തില്ല എന്ന് ദൈവം പോലും പറയാം. അപ്പൊ ഇല്ലെങ്കിൽ ഇത് വലിയ പ്രയോജനമൊന്നായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നി. പക്ഷെ ഇത് ഭയങ്കരമായ സൂക്ഷ്മമായ ആയുധങ്ങളാണ്. അപ്പൊ ബാബ പറയാണ് ഈ ജ്ഞാനമാർഗത്തിലെ എന്റേതിനെ ബാബ നൽകിയതിനെ എന്റെ എന്ന് പറയുന്ന ചതി, പ്രഭു പ്രസാദത്തെ സ്വന്തമെന്ന് പറയുക, ഇതൊന്നും ബാബ പറയാണ് ചതികളും നഷ്ടങ്ങളുമാണ്. ബാബ ബാബ ശബ്ദ കഹാമ്പി ഭൂലുണ്ടേ. അതുകൊണ്ട് ഇതെല്ലാം ബാബയുടേതാണെന്നുള്ള വാക്ക് മറക്കല്ലേ. ബാബാനെ ശക്തി ദി, ബുദ്ധി ദി, ബാബാക്ക കാര്യം, ബാബാക്ക സെന്റർ, ബാബാക്കി സബ് ചീസ്. ബാബ എനിക്ക് ശക്തി നൽകി, എനിക്ക് ബുദ്ധി നൽകിയത് ബാബയുടെ കാര്യമാണിത്. ഇത് ബാബയുടെ സെന്ററാണ്. എല്ലാ സാധനങ്ങളും ബാബയുടേതാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ബാബ. അപ്പൊ നമുക്ക് വലിയ പിണക്കങ്ങൾ ഉണ്ടാവും. മനുഷ്യനായതുകൊണ്ട് പിണക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നത് എങ്ങനെയാണ്? പരിധിയില്ലാത്ത നമ്മുടെ അച്ഛന്റെ ഒരു കാര്യമാണെന്ന് വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നൊക്കെ പതുക്കെ സുല്ലിട്ട് മാറുന്നത്. അതല്ലാത്തവര് എനിക്ക് എന്റെ ഈഗോയാണ് വലുത് ബാബയുടെ യജ്ഞത്തെക്കാളും എന്ന് വരുമ്പോൾ ഞാൻ എന്റെ കാര്യത്തിന് പ്രാധാന്യം, എന്റെ ഈഗോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അങ്ങനെയാണ് ധാരാളം പേര് കാണിക്കുന്നത്. എന്താണ്, ഒരാളാകും പല സ്ഥലത്ത് എന്നിട്ട് ആളാകാന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറും ബോധമാണ് തൽക്കാലത്തേക്ക്. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലുത് എന്റെ ഈഗോയാണ് ബാബയെക്കാളും. ഐസെ നഹീം സമച്ചോ മേരാ സെന്റർ ഹി ഹംനെ ബനായ ഹമാരാ അധികാർ. ബാബ പറഞ്ഞു ഇങ്ങനെ വിചാരിക്കല്ലേ, എന്റെ സെന്ററാണ്, ഞാനാണ് കെട്ടിടം വെച്ചത്, ഇത് എന്റെ അധികാരമാണ്. കെട്ടിടം എന്ന് കഴിയുമ്പോൾ പണ്ട് ബ്രഹ്മമാനസിന് കെട്ടിടം ഉണ്ടായിരുന്നില്ല, കാറും ഉണ്ടായിരുന്നു. അത് കുറെ സമാധാനം ഉണ്ടാകും. അപ്പൊ കെട്ടിടങ്ങൾ കൂടി വരാണ്, കാറ് കമ്പ്യൂട്ടറൊക്കെ കൂടും. സ്വാഭാവികമായിട്ട് എന്താണ്, പ്രശ്നങ്ങൾ കൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ബാബ പറഞ്ഞു കെട്ടിടമൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ എന്റെ കെട്ടിടം, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകുന്നൊക്കെ പറയും. ഇപ്പൊ സ്വന്തം കെട്ടിടമൊക്കെ ഇപ്പൊ വിട്ടുപോകാനും പറ്റും. എന്റെ അധികാരം എന്ന് പറയും. അപ്പൊ ഞാൻ തീരുമാനിക്കും ആരെ വിളിക്കണം, എന്ത് ചെയ്യണം, അത് ഞാൻ തീരുമാനിക്കും. കാര്യം എന്റെ കെട്ടിടം, എന്റെ സെന്റർ. അമാരെ ശബ്ദ കഹംസയായ ബാബയൊക്കെയാണ് ഇത് എവിടെ നിന്ന് വന്നു? ഈ വാക്ക് എന്റെ ആപകാഹിക്കാം, നിന്റെയാണ്. ഗട്ടറി സമ്പാൽക്കാർ രഹിയെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുക. കൈ വെച്ച് ഐസാ നശാ ദിഖാത്തെ അമ്നെ സെന്റർ കാ മക്കാൻ ബനായ തോ ഹമാര അധികാരം. ചില കുട്ടികൾക്ക് തലതിരിഞ്ഞ ലഹരിയാണ്, ഞാനാണ് ഈ സെന്ററിനെ കെട്ടിടം വെച്ചത്, അതുകൊണ്ട് ഇത് എനിക്ക് അധികാരമുണ്ട്. ലേക്കിൻ ബനായ കിസ്കാ സെന്റർ, അവർ കെട്ടിടം വെച്ചു. ഇത് ആർക്ക് വേണ്ടിയിട്ട് കെട്ടിടം വെച്ചത്? ആരുടെ സെന്ററാ? ബാബാക്ക സെന്റർ. ബാബയുടെ സെന്റർ അല്ലേ ഈ കെട്ടിടം വെച്ചത്? തന്നെത്താനാണ്, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ധാരാളം ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ കെട്ടിടത്തിന്റെ പിറകില് നമ്മളല്ല, നമുക്ക് മുമ്പ് വന്ന, ഇന്ന് ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ജ്ഞാനം വിട്ടു പോയി കാണും. അന്ന് ഒരു പൈസയില്ല ആളുകളുടെ, അല്ല ഇന്നത്തെ പോലെ പൈസയൊന്നുമില്ല. അപ്പൊ അവര് വെച്ചിരിക്കുന്ന കെട്ടിടത്തിലാണ്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ട് പറയാണ് ഞാനാ കെട്ടിടം വെച്ചത്, എനിക്കിവിടെ അധികാരമുണ്ട്. അപ്പൊ ഭാവ പറഞ്ഞു ഇത് ആരുടെ സെന്റർ, ഇത് ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയപ്പോഴും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭൂമി അനേക തലമുറകളുടെ ത്യാഗത്തിൻ്റെതാണ്. ഇപ്പൊ ഒരു ഗവൺമെന്റ് വന്നിട്ട് അത് കെജ്രിവാൾ ആയിക്കോട്ടെ, മോദി ആയിക്കോട്ടെ, ശരിയാ പഴമക്കാർക്ക് കുറെ തെറ്റൊക്കെ ചിലപ്പോൾ സംഭവിച്ചാണ്. പക്ഷെ അതിന് മുകളിൽ നമ്മളെല്ലാം പണിയുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കും അല്ലെ. അതിനൊക്കെയാണ് സാമാന്യ വിനയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ധാരാളം പേര് ഇതിൽ വേർപ്പൊഴിക്കും. അതുകൊണ്ട് ഒരു ദിവസം വന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ കെട്ടിടം ഇത് എന്റെയാ ഇതെല്ലാം പറയുമ്പോ ബാബയ്ക്കാണ് ഇതൊക്കെ എവിടെ നിന്ന് വന്നത് ഈ വാക്കുകളൊക്കെ? ബാബാക്ക സെൻ, ബാബ ഇത് എന്റെ അല്ലേ? ബാബാക്കോ അർപ്പൺ കരുതിയാത്ത ആപ്ക കഹാം സെ, ബാബയുടേതാണെന്ന് പറഞ്ഞു, അത് എനിക്ക് അർപ്പിച്ചു, പിന്നെ നിന്റെ എവിടെ നിന്ന് വന്നു? മേരാ കഹാം സെ ആയ, ഈ എന്റെ എവിടെ നിന്ന് വന്നു? ജബ് ബുദ്ധി ബദൽത്തെ ഹേത്തോ കഹത്തെ മേരാ ഹെ. തല തിരിയുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് എന്റെ. മേരെ മേരനെ ഹി മൈലാക്കിയ മൈലാഹോന. ഈ എന്റെ എന്ന് പറഞ്ഞാണ് മൊത്തം അഴുക്കായി. ഇനി അഴുക്കാക്കണം. ജബ് ബ്രാഹ്മൺ ബനേത്തോ ബ്രാഹ്മൺ ജീവൻ കാ ബാപ്പസെ പഹല വായ്ദ അനുസാരം. നമ്മൾ ബ്രാഹ്മണരായപ്പോൾ ബാബയോട് പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്താണ്? നയോനെ വായ്ദാക്കിയ യാ പുരാനോനെ കിയ. പുതിയവര് മാത്രമേ ഈ വാക്ക് പറഞ്ഞിട്ടുള്ളൂ, പഴയവർ പറഞ്ഞിട്ടില്ല. നയേബി അഭിത്തോ പുരാനി ഹോക്കറായുഹന. പുതിയവരും പഴയവരായിട്ടാണല്ലോ ഇവിടെ വന്നത്.
നിശ്ചയ बुद्धि का फॉर्म भरकर आए हो ना, നിശ്ചയ ബുദ്ധിയുടെ ഫോം ഫില്ല് ചെയ്തിട്ടല്ലേ ഇവിടെ വന്നത്. तो सबका पहला पहला वायदा है तन मन धन और बुद्धि सब दे. നമ്മളെല്ലാ ബ്രാഹ്മണരും ബാബയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ധനം, എന്റെ ബുദ്ധി ഇതെല്ലാം നിന്റെയാണ്. യഹ് വായ്ദ സബീനൊക്കെ അവർ ഈ വാക്കൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെറുതെ വാക്കാണ്. വേറെ പറയാൻ നിന്റെ, പക്ഷെ ചെയ്യുമ്പോൾ എന്റെ, കാണിക്കുമ്പോൾ എന്റെ. എന്റെ ഞാനിവിടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാനിപ്പോ അമ്പലപ്പുഴ ഗീതാ പാഠശാല, അത് ഞാൻ ചിലപ്പോ വലിയ ആളായിക്കോട്ടെ, കാരണം അതൊരു ഗീതാ പാഠശാലയാണ്. അത് ആരുടെ കീഴിൽ? ആലപ്പുഴ. ഈ ആലപ്പുഴ എന്തിന്റെ കീഴിൽ? മദ്രാസ്. മദ്രാസ് എന്തിന്റെ കീഴില്ല? മധുര. അതിനൊരു വൃക്ഷം ബാബ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഞാനിപ്പോ ഒരു കെട്ടിടം വെച്ചപ്പോ ഞാൻ പറയാൻ എനിക്കൊന്നും അന്വേഷിക്കാൻ നോക്കേണ്ട കാര്യം. അവരെന്നെ വളർത്താറില്ല, അവരെന്നെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷപാതങ്ങളാണ്. അവരുടെ പക്ഷപാതം ഉണ്ടെങ്കിൽ ഞാൻ നോക്കാം. അങ്ങനെ എന്നൊന്നും എല്ലാവരോടും പക്ഷപാതം ആർക്കും കാണിക്കാൻ പറ്റും അല്ല. എന്നും നമ്മളെ ആർക്കും താഴ്ത്തി ചവിട്ടിത്താത്താനും പറ്റും. ബാബ പറഞ്ഞു ഒളിഞ്ഞിരിക്കില്ല, ഒരു മുത്ത് ഒളിഞ്ഞിരിക്കില്ല എന്ന് ബാബ പറയാം. ഒരു ക്ഷമമാണെന്ന് മാത്രം. അപ്പൊ ബാബ പറയണം, പറഞ്ഞ വാക്കെന്താ, എല്ലാം കാണിക്കുന്നത് എന്താ. അവർ ബുദ്ധി തല തിരിഞ്ഞുകൊണ്ട് അപ്പൊ ഈ വായ്ദ കരണേ വാലേ ഹോത്തോ ഹാത്തുണ്ടാവും. ബാബ പറഞ്ഞു ഇപ്പൊ ഇനി ഈ വാക്കൊക്കെ പറയാൻ, ഇനിയിപ്പോ ഈ പ്രതിജ്ഞ എടുക്കാന്നുള്ളൊരു കൈപോക്കി. जो समझते हैं कि ഐവേലെ के लिए कुछ तो रखना पड़ेगा, सब कुछ बाप को कैसे दे देंगे. ചിലർ വിചാരിക്കാറുണ്ട് ഇതെല്ലാം ബാബയ്ക്ക് കൊടുത്താൽ ശരിയാവില്ല, കുറച്ച് നമുക്കൊരു പോക്കറ്റ് മണിക്ക് വെച്ച് കുച്ചത്തോ കിനാര രഖന പടേ, കുറച്ചൊക്കെ മാറ്റി വയ്ക്കും, എല്ലാം ദൈവത്തിന് കൊടുത്താൽ ശരിയാവും. जो समझते हैं कि यह समझदारी का काम के बहादुर, ഈ പറയുന്നതാണ് ശരി, കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ വേണം, എല്ലാം ബാബയ്ക്ക് കൊടുത്ത് നമ്മൾ വെറുതെ പറ്റിക്കപ്പെടരുത്. അവർ അങ്ങനെ വിചാരിക്കുന്നതാണ്. അവരൊന്ന് കൈപോക്കി കുച്ച് കിനാരെ രഗാഹെ, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ലേഖന യഹനഹിയും കഹനാക്കി ഹംകോ കിസ്നെ ദേഖ. ബാബ പറയണു നമ്മളെയൊക്കെ ഇപ്പൊ ആരാ കാണുന്നത്, അങ്ങനെയൊന്നും വിചാരിച്ചേക്കല്ലേ. ഇത്തിനി ബീഡിമേ കിസ്നെ ദേഖ. ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുക, 10,000-3000 പേര് അന്നത്തെ 91-ൽ അത്രയും പേര് അവിടെ ഇരിക്കും. ഇതിലിപ്പോ നമ്മൾ ആരാ അറിയാറ്. ബാക്കി പാസ്തോ ടി വി ബഹുത്ത് ക്ലിയർ ഹി. അവർ എന്റെ കയ്യിൽ ഒരു ടി വി ഉണ്ട്, അതിലെല്ലാം ക്ലിയർ ആണ്. ഉസ്സെ ചിപ്പിനെ ഹി സക്തേ ഹോ, ഇസ്ലിയെ സോച്ച് സമझ करके थोड़ा रखना हो, अरे रखो. അതുകൊണ്ട് ബാബ പറയണു എന്റെ മുമ്പിൽ ഒളിക്കാന്ന് വിചാരിക്കേണ്ട, ചിന്തിച്ച് ആലോചിച്ച് കുറച്ച് വെക്കണമെന്ന് തന്നെ വെച്ചോ. പാണ്ഡവിക്കാ ശ്രമിച്ചതേ, പാണ്ഡവരെന്ത് വിചാരിക്കുന്നു, തൊടാ രഹന ചാഹിയെ, കുറച്ച് നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. അച്ചി തരത്തിൽ സോജു, നല്ല രീതിയിൽ ചിന്തിക്കും. അതായത് 100% നമുക്ക് ബാബയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ധനം ബാബ 100% ബാബയ്ക്ക് വരുമ്പോ ബാബ അത് ചെയ്ത് കാണിച്ചു, ഫോളോ ബ്രഹ്മമാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് പറ്റത്തില്ല. ബാബ വച്ചോ കുറച്ച്, പക്ഷെ അതിലെപ്പോഴും എന്തുണ്ടായിരിക്കണം, ഇത് അംശം മാത്രം എന്റെ അല്ല. അല്ലെ, ചിലപ്പോ നമ്മൾ പറയില്ല എന്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്കിപ്പോ നിങ്ങളുടെ ഔദാര്യം ഒന്നും എനിക്ക് ആവശ്യമില്ല, അപ്പൊ അവിടെ എന്റെ വന്നു കയറും. കാരണം വേണേ വച്ചോ കുറച്ച്, കുഴപ്പമില്ല, പക്ഷെ അത് ആരുടേതാണ്, ആര് നൽകിയതാണ്. അതൊരു ആവശ്യത്തിന് വേണ്ടി വന്നാല് അത് ബാബയുടെയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, അവസാനം അതിന്റെ ഓർമ്മ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾക്ക് വയ്ക്കണേ കുറച്ച് വച്ചു. അല്ലെ, നമ്മളെപ്പോഴും വിചാരിക്കേണ്ടത് എന്റെ കയ്യിൽ പൈസയാണോ ബാബയാണോ വരും. ഈ പൈസനെ രക്ഷിക്കോ ബാബനെ രക്ഷിക്കും. ഇതൊക്കെ നമ്മൾ സാമാന്യമായിട്ട് ചിന്തിക്കുക. പൈസ വയ്ക്കണ്ടെന്ന് ദാദി പോലും പറയും, കുറച്ച് പൈസ നിങ്ങൾ സമ്പാദിച്ചു വയ്ക്കും. അച്ചി തരസ്യ സോജു, നല്ല രീതിയിൽ ഒന്ന് ചിന്തിക്കേ. ജിൻകോ രഗനാഹെ വേ അഭി ഹാത്ത് ഉടാലെ വെച്ച് ജായെങ്കിൽ. ബാബ പറഞ്ഞോ വയ്ക്കേണ്ടവർ വെച്ചോ, കയ്യിൽ വയ്ക്കും, ഒക്കെ സമ്പാദ്യമാകും. നഹിന്തോ യഹ് സമയ് യഹ് സഭ യഹ് ആപ്കാ കാന്ത് കാ ഹിലാന യഹ് സബ് ദിഖായി ദേ. ബാബ പറയുന്നു ഈ സമയം, ഈ സഭ, നിങ്ങള് കൈ ആട്ടിയത്, നിങ്ങൾ തോള് കുലിക്കല്ലോ, ഒന്നും എന്റെ ഇല്ലാന്ന് പറഞ്ഞു, ഇതൊക്കെ കാണുന്നു. കബി കബി ബി മേരാപ്പൻ നഹീബ്, ഒരിക്കലും എന്റെ എന്ന് പറഞ്ഞൊരു സാധനം വയ്ക്കാതിരിക്കും. ബാബ് കഹ അവർ ബാബ് ഗയ. ബാബ എന്ന് പറഞ്ഞാൽ പിന്നെ പാപമില്ല. ബാപ്പ് നഹീം കാത്തേത്തോ പാപ് ഹോ ജാത്ത. ബാബ എന്ന് പറയുന്നില്ലെങ്കിൽ അവിടെ പാപം തന്നെയാണ്. പാപിക്കെ വശു ഹോത്തെ ബുദ്ധി കാം നഹീം കർത്തെ. പാപത്തിന് വശപ്പെടാണെങ്കിൽ ബാബ പറഞ്ഞു ബുദ്ധി പ്രവർത്തിക്കത്തില്ല. കിത്തനാബി സമച്ചാവോ കഹെങ്കെ നഹീം ദേഹത്തോറായി. ഈ പാപം ഇങ്ങനെ എന്റെ എന്ന് പറഞ്ഞ എന്റെ സെന്ററാണ്, ഞാൻ തീരുമാനിക്കും, എന്റെ അധികാരമാണ്, ഇതൊക്കെ ബാബ പറയുന്നു. ഇത് തലേ കയറിയവരോട് എത്ര പറഞ്ഞാലും അവര് പറയും ഞാൻ ചെയ്യുന്ന ശരി. ഏതോ ഹോനാഗീഹി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഏതോ കർണാഗീഹി, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട പറ്റും. ബാബുക്കോബി രഹം പഠിത്താഹി ക്യോങ്കി ഉസ് സമയം ബാബുക്കെ വശം. ഇതൊക്കെ കാണുമ്പോൾ ബാബ പറയണം പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ല, എനിക്കൊരു സങ്കടം, ഒരു സങ്കടമല്ല, ദയവ് വരുന്നുണ്ട്. എന്തുകൊണ്ടാൽ ഈ പാപത്തിന് വശപ്പെട്ടാൽ ഇതൊക്കെ കാണും. ബാബ് ഭൂൽ ജാത്താ തോ പാപ് ആ ജാത്താ. ബാബ മറക്കുമ്പോൾ അവിടെ പാപം വരും. അവർ പാപക്കെ വശു ഹോനെ के कारण जो बोलते जो करते वह स्वयं भी नहीं समझते कि हम क्या कर रहे हैं क्योंकि परवश होते. പാപത്തിന് വശപ്പെടുമ്പോൾ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു
അത് തനിക്ക് പോലും മനസ്സിലാവില്ല. എന്താ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞാലും മനസ്സിലാവില്ല, ചെയ്തോട്ട് മനസ്സിലാവില്ല. കാര്യം തല തിരിഞ്ഞു പോയി, പരവശമാണ്. तो सदा ജ്ഞാനിക്ക് ഹോഷ്മേ രഹു പാപിക്ക് ജോഷ്മേ നഹിമ. അതുകൊണ്ട് ബാബ പറയുന്നത് സദാ ജ്ഞാനത്തിന്റെ ആ വിവേകത്തിൽ, ആ ബോധത്തിൽ ഇരിക്കും. പാപത്തിന്റെ ആവേശത്തിൽ വരാതെ ബാബ എന്നുള്ള ആ വിവേകത്തിൽ നമ്മൾ ഇരിക്കും. ബീജ് ബീജമേം യഹ് മായാക്കി ലഹറാത്തി. അടിക്കടി ബാബ പറയണു ഈ മായയുടെ അലകൾ വരുന്നു. ആപ്പിനായി ഇൻ ബാത്റൂംസ് വെച്ച് കർക്കര. പുതിയവരോട് ബാബ പറയാണ്, നിങ്ങൾ പുതിയവരെ ഈ പാപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കണം അല്ലെ. പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, അവരോട് ബാബ പറയാണ്, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടിരിക്കണേ. മേരാമേ നഹീജാര. ഈ എന്റെയിലേക്ക് പോകണ്ടേ. പുരാനെ ഹോ ജാത്തെ തോ മേരേക്ക് മായ ബഹുതാണ്. കുറച്ച് പഴയ അതാകുമ്പോൾ, കുറച്ച് ബ്രാഹ്മണനൊക്കെ ഒരു സെന്റർ ഒരു കാറൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ എന്റെ എന്നുള്ള മായ കണ്ടമാനം വരും ഈ പഴയ ആൾക്കാർക്ക്. മേരാ വിചാർ മേരി ബുദ്ധി നഹി മേരാ വിചാർ കഹാ. എന്റെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവര് എന്റെ ബുദ്ധിയെ ഇല്ലെങ്കിൽ പിന്നെ എന്റെ വിചാരപ്പെടുന്നു. तो समझा जमा करने की विधि क्या है कार्य में लगा. അപ്പോൾ ബാബ പറഞ്ഞു, മനസ്സിലായോ സമ്പാദിക്കാനുള്ള വിധി എന്താണ്? ബാബയുടെ ഉയർന്ന ജ്ഞാനം ജീവിതത്തിൽ വിധിപൂർവം ശുഭകാര്യത്തിൽ ഉപയോഗിക്കുക. सफल करो अपने ईश्वरीय संस्कारों को भी सफल करो तो व्यर्थ संस्कार स्वतः ही चले जाएंगे. സഫലമാക്കൂ, തന്റെ ഈശ്വരീയ സംസ്കാരത്തെ സഫലമാക്കുമെങ്കിൽ വ്യർത്ഥ സംസ്കാരങ്ങൾ താനേ ഇല്ലാതെയാകും. ईश्वरीय संस्कारों को कार्य में नहीं लगाते हो तो वह लॉकर में रहते और पुराने काम करते रहते. ഈശ്വരീയ സംസ്കാരത്തെ ജീവിതത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ലോക്കറിലായി, പിന്നെ ആ പഴയ സംസ്കാരമേ പ്രവർത്തിക്കൂ. കയ്യൊങ്കി യഹ് ആദത്ത് ഹോട്ടി ബാങ്കമേ യാ അലമാരിമേ രഹേ. ധാരാളം പേർക്ക് ഒരു ശീലമുണ്ട്, നല്ല സാധനങ്ങൾ അലമാരിയിൽ വെക്കും, അല്ലെങ്കിൽ ലോക്കറിൽ കൊണ്ടുവയ്ക്കും, ബാങ്കിൽ കൊണ്ടുവയ്ക്കും. ബഹുത് അച്ഛേ കപ്പടേ ഹോങ്കെ, പൈസേ ഹോങ്കെ, ചീസേ ഹോങ്കെ, ലേക്കിൻ യൂസ് ഫിർ പുരാനെ. നല്ല വസ്ത്രമുണ്ട്, നല്ല പൈസയും ഉണ്ട്, സാധനങ്ങൾ നല്ലതാണ്, പക്ഷെ അതൊന്നും അവർ ജീവിതത്തിൽ ഉപയോഗിക്കില്ല. ഈ പഴയ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ടാണ്. पुरानी वस्तु से उनको प्यार होता है और अलमारी की चीजें अलमारी में ही रह जाएगी और यह पुराने से ही चला जाए. അവർക്ക് ഈ പഴയ സാധനങ്ങളോടാണ് ഇഷ്ടം. പുതിയ സാധനങ്ങൾ അവര് അലമാരിയിൽ വെച്ചു, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി പോകും, പഴയത് ഉപയോഗിച്ച് നടക്കും. तो ऐसे नहीं करना, पुराने संस्कार यूज करते रहो और ईश्वरीय संस्कार बुद्धि के ലോക്കർ में रहो. അവർ ഇവിടെ ഈ ബാബ തന്നിരിക്കുന്ന ആ പുതിയ സംസ്കാരങ്ങൾ അത് ഈ ബുദ്ധിയുടെ ലോക്കപ്പിൽ വയ്ക്കുക. എന്നിട്ട് പഴയ സ്വഭാവ സംസ്കാരങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അങ്ങനെ ആകരുത്. നഹി കാര്യമേ ലഗാവൂ സഫലപ്പെടും. നല്ല കാര്യത്തിന് ഉപയോഗിക്കും, നല്ലത് ഉപയോഗിക്കും, സഫലമാക്കും. തോ യഹ് ചാർട്ട് രഹു സഫൽ കിത്തനാക്കി. അതിലൊരു ചാർട്ട് നോക്കണം, എത്ര സഫലമാണ്. സഫൽ കർണ മാന ബജാന യാ ബഡാന. ജീവിതത്തിൽ ബാബ തന്നിരിക്കുന്ന അറിവ് സഫലമാക്കുക, ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് വർദ്ധിക്കുക എന്നുള്ളത്. മനസാ സെ സഫൽ കരോ, വാണി സെ സഫൽ കരോ, സംബന്ധ സമ്പർക്ക് സെ, കർമ്മ സെ, ശ്രേഷ്ഠ സംഘ സെ, അപ്പനെ അതിശക്തിശാലി വൃത്തി സെ സഫൽ. ബാബ പറഞ്ഞു, മനസ്സുകൊണ്ട് സഫലമാക്കും, വാണി സഫലമാക്കും, സംബന്ധ സമ്പർക്കം സഫലമാക്കും, കർമ്മത്തിലൂടെ സഫലമാക്കും, ശ്രേഷ്ഠ കൂട്ടുകെട്ടിലൂടെ സഫലമാക്കും, തന്റെ അതിശക്തിശാലിയായ വൃത്തിയിലൂടെ സഫലമാക്കും. ഐസെ നഹിയെങ്കിൽ മേരി വൃത്തിത്വം അച്ചി രഹത്തി. ലേക്കിൻ സഫൽ കിത്തനാ കിയ. എന്റെ മനസ്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മനസ്സ് ഞാൻ എത്രത്തോളം ഉപയോഗിച്ചു നല്ല കാര്യം. മേരെ സംസ്കാരത്തോ ഹൈ ഹി ശാന്ത് ലേക്കിൻ സഫൽ കിയ കിത്തന. എന്റെ സംസ്കാരം വളരെ ശാന്തിയുടെ സംസ്കാരമാണ്, അവരെ സമ്മതിച്ചു, പക്ഷെ അത് എത്രത്തോളം സഫലമാക്കി. കാര്യമേ ലഗായ, അത് ജീവിതത്തിൽ ഉപയോഗിച്ചു. तो यह विधि अपनाने से संपूर्णता की सिद्धि सहज അനുഭവ കർത്തരി. അതുകൊണ്ട് ഈ വിധി ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ള വിധി കൊണ്ടുവരുമ്പോൾ ബാബ പറയണം, സഹജമായി എല്ലാം അഭിവൃദ്ധിപ്പെടുന്നതായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. സഫൽ കർണാഹി സഫലതാക്കി ചാകും. സഫലതയുടെ താക്കോൽ ഇതാണ്, സഫലമാക്കുക. നമുക്ക് ബാബ പറഞ്ഞു, എനിക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല. ബാബ പറഞ്ഞു, വേണ്ട, എന്തെങ്കിലും അറിയാമോ? ബാബ അത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ജ്ഞാനത്തിന്റെ ഖജനാവ് പതുക്കെ 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 തുറന്നു. എല്ലാം ബാബ പറഞ്ഞു ഉപയോഗിച്ചാൽ വർദ്ധിക്കും. അതല്ലാണ്ട് എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യം. അവർ ഉള്ള അറിവ് ഉപയോഗിക്കുക, ഉള്ള ഗുണങ്ങൾ ഉപയോഗിക്കുക, ഉള്ള കഴിവുകൾ ഉപയോഗിക്കുക. സമച്ച ക്യാ കർണ, മനസ്സിലായി എന്താ ചെയ്യേണ്ടത്? സിർഫ് അപ്പനെ മേ കുച്ച് നഹി ഹോത്തെ രഹോ എന്തോ ബഹുത് അച്ഛി ഗുണമാണ്, ബഹുത് ഭാഷൺ കർ സക്തി ഹും, ബഹുത് അച്ഛാ ജ്ഞാനി योग भी मेरा बहुत अच्छा. കാരണം അവരവരിൽ വെറുതെ ഇങ്ങനെ സന്തുഷ്ടമായിരുന്നാൽ പോരാ. ഞാൻ നല്ല ആളാണ്, നല്ല ഗുണമുള്ള ഒരാളാണ്, എനിക്ക് നന്നായിട്ട് പ്രഭാഷണം ചെയ്യാനുള്ള കഴിവുണ്ട്, ഞാൻ വളരെ നല്ല ജ്ഞാനിയാണ്, യോഗത്തിൽ ഞാൻ വളരെ നല്ലതാണ്. അവർ ഇങ്ങനെ അവരവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ പോരാ. അച്ചാഹിത്വം യൂസ് കരോന്. അവർ നല്ലതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചു.
ഉസ്കോ സഫൽ കരോ, അതിനെ ഉപയോഗിച്ച് സഫലമാക്ക്. സഹജ വിദേഹി കാര്യമേ ലഗാവോ. വീണ്ടും ബാബ പറയും എളുപ്പമുള്ള വഴിയാണ് അല്ലെ, കൊടുത്താൽ കൂടിക്കൊണ്ടിരിക്കും. നമ്മള് ഈ ബാബയുടെ കുട്ടികൾ ആരും കഴിവുള്ളവർ. ഇപ്പോ ഗോപിനാഥൻ മുതുക ഭയങ്കര കഴിവുള്ള ആള്. ആള് ഭയങ്കര മജീഷ്യനാണ്. ആള് ഇന്ത്യ മുഴുവൻ വലിയ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. തീവ്രവാദികളുടെ ഇടയിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി പറയാറുണ്ട്, എന്റെ മോൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷത്തെ ഞാൻ പഠിപ്പിക്കും, അവൻ ഇന്ത്യ കാണാൻ പറഞ്ഞു വിട്ടു. അപ്പൊ നല്ല ഡൈനമിക് പേഴ്സണാലിറ്റിയാണ്. അവരുടെ ഭാഷണമൊക്കെ വളരെ ഡൈനമിക്. അപ്പൊ കഴിഞ്ഞ ദിവസം ആകസ്മികമായിട്ട് ഒരാള് ഒരു വീഡിയോ അയച്ചു. ആ വീഡിയോയിൽ എന്താ പുള്ളി പറയാണ്, ഞാൻ ഈ മാജിക് പുള്ളി മജീഷ്യൻ, വലിയ മജീഷ്യനാണ്. പുള്ളിയുടെ ചില അനുഭവങ്ങൾ കേൾക്കണം. ഈ നാഗാലാൻഡിലൊക്കെ തീവ്രവാദികൾ അവര് ഈ ഇന്ത്യയുടെ പതാകയൊന്നും വാർത്താൻ സംബന്ധിച്ചില്ല. അപ്പൊ അവര് പോയി DGP കണ്ടു. DGP കണ്ടു പറഞ്ഞു, അവര് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതാക ഉയർത്തും. അപ്പൊ ഇനി ഇന്ത്യ രാജ്യത്ത്, ഇത്രയും വലിയൊരു പട്ടാളമുള്ള ഒരു രാജ്യത്ത് അവിടെ പോലീസ് മേധാവി പറയാണ്, തീവ്രവാദി നിങ്ങളോട് ഉയർത്തണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഉയർത്തണ്ട. അപ്പൊ പുള്ളി ഇത് പറയാന് കാര്യം, ഈ അമിത് ഷായും മോദിയും വന്നപ്പോ അത് കടിച്ചങ്ങ് തകർന്നു. അപ്പൊ ഇവരുടെ ഈ ആൾക്കൂട്ടങ്ങളിൽ തീവ്രവാദികൾ വന്ന് നിന്നു. അപ്പൊ അവർക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരുടെ മേധാവി വിളിപ്പിച്ചു, ഗോപിനാഥ് മുതുകാടിനെ ടീമിനെ വിളിപ്പിച്ചു, ഒന്ന് ഞങ്ങളുടെ ക്യാമ്പിലേക്ക് വരും. അപ്പൊ പുള്ളി പറഞ്ഞു, എത്ര പോലീസ് പട്ടാളത്തിന്റെ ക്യാമ്പ് പോലെയാണ്, കണ്ടമാനം വണ്ടികള്, തോക്കുധാരികള്, ഇയാള് വലിയ ആളായിട്ടിരിക്കും. അപ്പൊ പുള്ളി ചെന്നിട്ട് ഒരു മാജിക് കാണിച്ചു, ഒരു ഗാന്ധിയുടെ പടം എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അവർക്ക് വലിയ ഇഷ്ടമായി. അവർ പറഞ്ഞു, നിങ്ങൾക്കൂടെ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ പുള്ളി പറയുന്നത് ഇതാണ്, ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പട്ടാളം ഉണ്ടായിട്ട് ഈ തോന്നിവാസങ്ങൾ ഇവിടെ. അപ്പൊ അത് പേപ്പറിൽ ഒരു ചെറിയ മൂലയ്ക്ക് ഒരു ന്യൂസ് വന്നിരുന്നു, അതായത് നാഗാലാൻഡിലെ ഈ പ്രശ്നം ഇവര് തീർത്തു എന്നുള്ളത്. അപ്പൊ ഉള്ളത് ഇതൊരു ചെറിയ ന്യൂസ് ആയിരുന്നില്ല, വലിയ ന്യൂസായിട്ട് ഇടും. കാരണം ഞാനിത് അനുഭവിച്ച വ്യക്തിയാണ്. അപ്പൊ അത്രയും അനുഭവമുള്ള വ്യക്തി ഇപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഈ മജീഷ്യൻ നിർത്താണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, 200 ഭിന്നശേഷിക്കാരായ കുട്ടികളെ എടുത്തു വളർത്താണ്, അവരുടെ എല്ലാ രീതിയിലും അവരുടെ ഉന്നമനത്തിന് വേണ്ടി. അപ്പൊ പുള്ളി പറഞ്ഞ, എന്റെ ജീവിതത്തിന്റെ ഒരു സാഫല്യം ഞാൻ ഇപ്പോഴാ കണ്ടെത്തി. നമ്മൾ ഒരാളെ വളർത്താൻ പറ്റും. കാര്യം നമുക്ക് അങ്ങനെയുള്ള ശക്തിയോ ബുദ്ധിയോ കഴിവൊന്നുമില്ല, അവിടെ ഒരു കുട്ടിക്കില്ല. അപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ ആളുകൾ എന്തെല്ലാം ചെയ്തു, രാഷ്ട്രീയത്തിൽ തന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഉള്ള കഴിവുകളൊക്കെ പോയി. ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി ബാബ പറഞ്ഞാൽ, ഈ ജ്ഞാനം അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന പരിപാടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഏറ്റവും ഉയർന്നതാണെങ്കിലും വളരെ ലളിതമാണ്. ഈ ലളിതമായ വഴിയിൽ കൂടെ ബാബ പറഞ്ഞു, പതുക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യും. അതിനെപ്പോഴും ബാബ പറഞ്ഞു, ഇന്നലത്തെ എമ്പിരിക്കാത്ത സ്ലോഗൻ എന്തായിരുന്നു? ജീവിതത്തിൽ സഫലത വേണമെങ്കിൽ സാഹസ ബുദ്ധി ഉണ്ടായി. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുറേശ്ശെ ചെയ്യുമ്പോൾ ബാബ പറയാണ്, കുട്ടികളെ സഫലം ഇതൊക്കെ ഉപയോഗിക്കാണ്ട് ഇതൊന്നും സഫലമാണ്. ബിനാ മെഹനത്തൊക്കെ ബടന ജായക 21 ജന്മ ആരാംസെ കാണും. ഒരു പരിശ്രമം ഇല്ലാണ്ട് ഇതൊക്കെ വർദ്ധിച്ചോളും. 21 ജന്മത്തേക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കും. ആ മെഹനത്തിനൊക്കെയും കറങ്ങിപ്പെടും. അവിടെ ബാബ പറയുന്നു, യാതൊരു പരിശ്രമത്തിന്റെയും ആവശ്യം. अच्छा चारों मोर के सर्व मिलन मनाने के ज्ञान रतन धारण करने के छात्र का आत्माओं को आगार रूप में व साकार रूप में मिलन मेला मनाने वाली श्रेष्ठ आत्माओं को सदा सर्व खजानों को सफल कर सफलता स्वरूप बनने वाली आत्माओं को सदा मेरा बाबा और कोई हद का मेरापन अंश मात्र भी न रखने वाले ऐसे बेहद के वैरागी आत्माओं को सदा हर समय विधि द्वारा संपूर्णता की सिद्धि प्राप्त करने वाले बच्चों को बाप दादा का याद प्यार और नमस्ते. 4 ഭാഗത്തുമുള്ള മിലനം ആഘോഷിക്കുന്ന ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യുന്നതിൽ വേഴാമ്പൽ പോലെ ഇരിക്കുന്ന ആത്മാക്കൾക്ക് ആകാര രൂപത്തിലോ അല്ലെങ്കിൽ സാകാര രൂപത്തിലോ മിലനം ആഘോഷിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ സർവ ഖജനാവുകളെയും സഫലമാക്കി സഫലതാ സ്വരൂപമായി മാറുന്ന ആത്മാക്കൾക്ക് സദാ എന്റെ ബാബ എന്നുള്ളതിൽ പരിധിയുള്ള എല്ലാ എന്റെയും അംശമാത്രം പോലും നിലനിർത്താത്ത പരിധിയില്ലാത്ത വൈരാഗികളായ ആത്മാക്കൾക്ക് സദാസമയവും വിധിയിലൂടെ സമ്പൂർണതയുടെ സിദ്ധി പ്രാപ്തമാക്കുന്ന കുട്ടികൾക്ക് ബാപ്ദാദയുടെ സ്നേഹസ്തുതിയും. ഇന്നത്തെ വരദാനം, ശ്രേഷ്ഠ കർമ്മ ദ്വാര ദുവാവം കാ സ്റ്റോക്ക് ജമാ കർണേ വാലെ ചൈതന്യ ദർശനീയം. ശ്രേഷ്ഠ കർമ്മത്തിലൂടെ
അനുഗ്രഹങ്ങളുടെ ആശീർവാദങ്ങളുടെ സ്റ്റോക്കിനെ വർദ്ധിപ്പിക്കുന്ന ചൈതന്യ ദർശനീയ ഭക്തിയായി മാറും. ജോ ബി കർമ്മ കരോ ഉസ്മിൻ ദുബായും ലോ അവർ ദുബായും. എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിലെ ഒരു അനുഗ്രഹം കൊടുക്കണം, ഒരു അനുഗ്രഹം വാങ്ങും. ശ്രേഷ്ഠ കർമ്മ കർണേസെ സബ്കി ദുബായി സ്വദഹി മിൽത്തിഹി. ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ താനെ എല്ലാവരും അനുഗ്രഹം കിട്ടിക്കും. സബ്കെ മുഖസെ നികൽത്താഹി നികത്ത ബഹുത് അച്ഛേ വാഹ്. എല്ലാവരുടെയും വായിൽ നിന്ന് വരും ഇവര് നല്ലവരാണ് വാഹ് എന്ന് പറഞ്ഞു. ഉനക്കെ കർമ്മഹി യാദഗാർ ബൻജാൻ. അവരുടെ കർമ്മങ്ങൾ ഓർമ്മചിഹ്നങ്ങളാണ്. ബൽ കൊയ് ബി കാം കരോ ലേക്കിൻ ഖുശി ലോ और ഖുശി ദോ ദുആയും ലോ ദുആയും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിലൊരു സന്തോഷം കൊടുക്കണം, ഒരു സന്തോഷം നമുക്കുണ്ടാകണം. അനുഗ്രഹങ്ങൾ കൊടുക്കണം, അനുഗ്രഹങ്ങൾ വാങ്ങണം. ജബ് അഭി സംഗംബർ ദുആയെ ലേംഗെ और देंगे तब आपके जड़ चित्रों द्वारा भी दुआ मिलती रहे. ഈ സംഗമത്തിൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അമ്പലത്തിലും ആൾക്കാർക്ക് ഒരു അനുഗ്രഹം കിട്ടും. और वर्तमान में भी ചൈതന്യ ദർശനീയ മൂർത്തി ബൻ जाए. വർത്തമാന സമയത്ത് ചൈതന്യ ദർശന മൂർത്തികളായിട്ട് മാറും. ശ്ലോകം. സബ്ദാ ഉമംഗ് ഉത്സാഹമേ രഹോ തോ ആലസ്യ ഖതം ഹോ ജായേ. സദാ ഉണർവിലും ഉത്സാഹത്തിലും കഴിയുമെങ്കിൽ അലസത ഇല്ലാതെ. याद में हम बाबा जब खो जाते हैं, आपके ही जैसा हम भी तो हो जाते हैं। आपकी याद में हम बाबा जब खो जाते हैं, आपके ही जैसा हम भी तो हो जाते हैं। भूल कर दुनिया साकारी पारा व्यक्त आकारी, भूल कर दुनिया साकारी पारा व्यक्त आकारी, निराकारी दुनिया में हम खुद को पाते हैं। आपकी याद में हम बाबा जब खो जाते हैं।